ഇന്നേ നമുക്ക് ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള കേസല്ല. ഡയലി ഇപ്പൊ ഇതിലുള്ള സ്റ്റുഡന്റുകൾ ഡയലി നിങ്ങളെ കമ്പനീന്റെ ഒരു ദിവസം എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ള എക്സൽ ഷീറ്റോ അല്ലെങ്കിൽ ഡയലി റിപ്പോർട്ടോ നിങ്ങൾക്ക് കിട്ടലുണ്ടോ? നിങ്ങളെ സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ആർക്കെങ്കിലും ഡെയിലി എഴുതി വെക്കുന്നുണ്ടല്ലോ. എഴുതി വെക്കലല്ലാതെ, അതായത് ഒറ്റ പോയിന്റിലോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് മൈനസ് ആണോ പ്ലസ് ആണോ എല്ലാ എക്സ്പെൻസും കഴിച്ചിട്ട് ഒരു ദിവസം ഇത്ര രൂപ പ്രോഫിറ്റ് ഉണ്ട് എന്ന് കിട്ടുന്ന ഒരു ഡെയിലി റിപ്പോർട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ആരെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? സ്പോട്ടില് സെയില് കാര്യങ്ങൾ എഴുതി വെക്കും. ഉം. അതായത് ഇപ്പോ എന്ത് ചെയ്താൽ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സർവീസ് ചെയ്ത് അതൊന്നുമല്ല ചോദ്യം. അതായത് രാത്രി 9 മണിക്ക് ഇറങ്ങുന്നതിന്റെ മുന്നേ ഒറ്റ നോട്ടത്തില് നിങ്ങൾക്ക് കമ്പനിയിൽ ഇന്ന് 26 രൂപ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ -400, ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ ഡെയിലി രാത്രി പോകുന്ന സമയത്ത്? ആപ്പിൽ എഴുതി വെച്ചാൽ ഓട്ടോമാറ്റിക് വരില്ല, കാൽക്കുലേഷൻ ചെയ്താണ്ട്. എങ്ങനെ? ആപ്പില് ആ, എഴുതി വെച്ചാൽ ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ ചെയ്താണ്ട് വരും. നിങ്ങൾ അതൊക്കെ ഓക്കെ, ഒക്കെ ശരി, നിങ്ങൾ നോക്കലുണ്ടോ? ആ, നോക്കുന്നുണ്ട്. ഡെയിലി നോക്കുമ്പോൾ ഇന്നലെ എത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് എത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, മൈനസ് ആണോ പ്ലസ് ആണോ എന്നുള്ളത്, എത്ര ശതമാനം എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഡീപ്പായിട്ട് നോക്കുന്നില്ല. എന്നാല് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഒരു ദിവസം നടക്കുന്ന ബിസിനസിന്റെ ടോട്ടൽ പ്രോഫിറ്റ് എല്ലാ റണ്ണിങ് എക്സ്പെൻസും കഴിച്ചിട്ട്, റണ്ണിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൽ കട ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിലവിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിലും ഇനി ഭാവിയിൽ ഒരു ബിസിനസ് റൺ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിലും, എന്ത് ചെയ്യുക, ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിലും ഡെയിലി നമ്മുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് എത്രയെന്നുള്ളത് കാണാനുള്ള ഒരു സിസ്റ്റം നിങ്ങൾ എന്തായാലും ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പോ ഞാനൊരു എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗൂഗിളിന്റെ ഒരു ഷീറ്റ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഗൂഗിളിന്റെ ഒരു ഷീറ്റ്. ആ ഷീറ്റിൽ അന്നാ നടക്കുന്ന ബിസിനസിന്റെ കുറച്ച് കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാത്രി പോകുന്ന സമയത്തേക്ക് ആ ഒരു ദിവസത്തെ ബിസിനസ് മൈനസ് ആണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് അറിയാൻ കഴിയും. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കുറച്ച് കാര്യങ്ങൾ പെന്നും പേപ്പർ എടുത്ത് എഴുതിക്കോളി. കുറെ ആളുകൾക്ക് അറിയുന്നുണ്ടാവും, എന്നാലും കുറെ ആൾക്കാർക്ക് അറിയാത്തവരുണ്ടാവും. ഈ പറയുന്ന ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. അതായത് ഒരു പെന്നും പേപ്പർ എടുത്ത് എഴുതാൻ പറ്റുന്നവർ എഴുതുക. ഒരു ബിസിനസ്സിൽ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള കോമൺ ആയിട്ട് വരുന്ന, അതായത് കട തുറന്നാലും കട തുറന്നില്ലെങ്കിലും, ഹർത്താലാണെങ്കിലും, അതേപോലെ തന്നെ ബിസിനസ് എന്തെങ്കിലും കാരണം കൊണ്ട് ഷട്ട് ഡൗൺ ആയാലും കാരണില്ലാതെ എന്ത് വന്നു കഴിഞ്ഞാലും കോമൺ ആയിട്ട് പോകുന്ന കുറച്ച് എക്സ്പെൻസ് ഉണ്ട്, ഇല്ലേ? അതെന്തൊക്കെയാന്ന് ആർക്കെങ്കിലും അറിയോ? റെന്റ് റെന്റ് ഉണ്ടാവും. ഒന്ന് റെന്റ്, പിന്നെ അടുത്ത, ഒരു എന്തായാലും ഉണ്ടാവും. പിന്നെ റെന്റ്, പിന്നെ സാലറി, സാലറി, പിന്നെ കറണ്ട് ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, പിന്നെ പിന്നെ പറഞ്ഞോളൂ, ഫോൺ ബില്ല്, പിന്നെ പിന്നെന്താ ഉണ്ടാവുക? വൈഫൈ, ഇന്റർനെറ്റ്, പിന്നെ പിന്നെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെ ഷോപ്പിലുള്ള, അതായത് ഡെയിലി റണ്ണ് ചെയ്തുകൊടുക്കുന്ന ഓഫീസ് ഐറ്റംസ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ചായ അങ്ങനത്തെ അല്ലാതെ ഇതിൽ ഇനി വേറെ എന്തെങ്കിലും വരാനുണ്ടോ? വാക്കാ, അതായത് റെന്റ്, സാലറി, ഇലക്ട്രിസിറ്റി ബില്ല്, ഫോൺ ബില്ല്, ഇന്റർനെറ്റ് ബില്ല്. ഇതല്ലാത്ത രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആനുവലി പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 10,000 ആനുവലി പുതുക്കേണ്ട കുറെ സോഫ്റ്റ്വെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ZXW, അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന UMT, പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന വേറെ എന്തൊക്കെയാണോ ഇയർലി സബ്സ്ക്രിപ്ഷൻ വരുന്ന അങ്ങനത്തെ എമൗണ്ട്
ഞാൻ മനസ്സിലാവുന്നുണ്ടോ? സബ്സ്ക്രിപ്ഷൻസ്. പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇവിടെ നമ്മളെ പോക്കറ്റ് മണി ഉണ്ടാവില്ല സാറേ. നമുക്ക് ഡെയിലി ഉണ്ടല്ലോ ചെലവ്, നമ്മളെ കടമെന്ന് കിട്ടിയിട്ടുണ്ട്. ഇല്ല, അത് പറയുന്നതല്ല. ഈ ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബിസിനസ് വേറെയും നിങ്ങളെ പേഴ്സണൽ എക്സ്പെൻസ് വേറെ ആയിട്ട് തന്നെ കണക്ക് കൂട്ടണം. ബിസിനസ്സിൽ വരുന്ന എക്സ്പെൻസ് വേറെയും, നിങ്ങൾക്ക് പെട്രോൾ, നിങ്ങൾ ചായ, നിങ്ങൾ ട്രിപ്പ് പോണതൊക്കെ വേറെ തന്നെയാണ്. ഈ കാര്യം നിങ്ങൾ എപ്പോഴും ഒരിക്കലും എന്ത് ചെയ്ത് ബിസിനസ് എടുത്തിട്ടുള്ള പൈസ നിങ്ങൾ പേഴ്സണലി ചിലവാക്കരുത്. നിങ്ങൾക്ക് നിങ്ങളൊരു സാലറി നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, ആ സാലറി മന്ത്ലി 20,000 റുപ്യ ആണെങ്കിൽ 20,000 റുപ്യ മാത്രമേ അതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ആ 20,000 എടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് എത്രയാണോ നിങ്ങൾ പെർസെൻറ്റേജ്, അത് മാത്രമേ വിഡ്രോ ചെയ്യാൻ പാടുള്ളൂ. അല്ല എങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഭാവിയിൽ വരും. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് കണക്ക് കൂട്ടണം. ഒരു ഇയർലി അല്ലെങ്കിൽ ഒരു മന്ത്ലി അല്ലെങ്കിൽ ഒരു ദിവസം കമ്പനിക്ക് വേണ്ടിയിട്ട് എത്ര എക്സ്പെൻസ് ഒരു ദിവസം വരുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ നോട്ട് ചെയ്യാത്ത ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു എക്സൽ ഷീറ്റ് ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇവിടെ തീർക്കാൻ പറ്റും. ഒരു ചെറിയൊരു സിമ്പിൾ പരിപാടിയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഒരു ദിവസം വൈകുന്നേരം പോകുന്ന സമയത്ത് തന്നെ ഇപ്പൊ പലപ്പോഴും പല ആളുകൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം, കയ്യിൽ നല്ല ക്യാഷ് ഉണ്ടാവും, പക്ഷെ ആ ക്യാഷ് മൊത്തം നമ്മളതാവില്ല. ഒന്നുകിൽ സ്പെയറിന് കൊടുക്കാനുള്ള പൈസ ആവും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ EMI, റെന്റ് കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് ഇങ്ങനെ അടക്കും. പക്ഷെ നമ്മൾ കരുതും പൈസ മൊത്തം നമ്മുടേത് ആണ് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും. അവിടെ സ്പെയർ ഷോപ്പ് ചിലപ്പോൾ ഉണ്ടാവും 20,000, 25,000, 30,000 അവിടെ ഇങ്ങനെ പേയ്മെന്റ് കൂടി വരുന്നുണ്ടാവും. നമ്മളെ ആവശ്യത്തിന് ഇങ്ങനെ ചിലവാക്കുന്നുണ്ടാവും. നമ്മൾക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, എത്ര പ്രോഫിറ്റ് വന്ന് എന്നുള്ള ഒരു ചാർട്ട് നമ്മളെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയിരിക്കും. പക്ഷെ നമ്മൾ ഡൗൺ ആയാലും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും. എന്താ കാരണം, ഒരാൾ ഡിസ്പ്ലേ മാറ്റാൻ വരുമ്പോൾ ആ ഡിസ്പ്ലേ മാറ്റി 2,000 രൂപ എടുത്ത് നമ്മൾ വേറെ വഴിക്ക് ചിലവാക്കും. സ്പെയർ ഷോപ്പിൽ പൈസ കുത്തനെ കൂടും. ഇങ്ങനെ പ്രശ്നം വരും. അപ്പൊ ഈ ഒരു ദിവസം നമുക്ക് റണ്ണ് ചെയ്യാൻ എത്ര എക്സ്പെൻസ് വരുന്നുണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തഡാണ് പറഞ്ഞത്. റെന്റ്, സാലറി, ഇലക്ട്രിസിറ്റി, ഫോൺ ബിൽ, ഇന്റർനെറ്റ്, സബ്സ്ക്രിപ്ഷൻസ്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും എമൗണ്ട് ഉണ്ടോ വരുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ വേറെ ഏതും കോമൺ ആയിട്ട് വരുന്നതില്ല. ഇത്രയും മാത്രമേ ചിലപ്പോൾ കോമൺ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് റെന്റ് കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ കാട്ടി, ആ ഫോൺ എടുത്താ നിങ്ങളെ പെന്നും പേപ്പർ എടുത്തിട്ട് നിങ്ങൾ തന്നെ എഴുതിക്കോളൂ. സ്വന്തം ബിസിനസ് റൺ ചെയ്യണവരാണെന്നുണ്ടെങ്കിലും അല്ലാത്തവരും ഒന്ന് കാൽക്കുലേറ്റ്. റണ്ണ് ഏകദേശം 20,000 റുപ്പീസ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഇയർലി കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഇയർലി ആണെങ്കിൽ 325 അരിക്കുക. അതല്ല മന്ത്ലി ആണെങ്കിൽ 30 ദിവസം വെച്ചിട്ട് അരിക്കുക. പെർ ഡേ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വാക്ക നോട്ട് ചെയ്തോളി. എന്നിട്ട് ഞാനൊരു ഷീറ്റ് നിങ്ങൾക്ക് അയച്ചുതരാം. ആ ഷീറ്റിൽ നിങ്ങൾക്ക് അതേപോലെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസം എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ റെന്റ് നമുക്കൊരു 20,000 ആണ് എന്നുണ്ടെങ്കിൽ 20,000 ഡിവൈഡഡ് ബൈ 30. അപ്പോൾ എത്ര കിട്ടും ഒരു ദിവസം? 20,000 ആണ് റെന്റ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ റെന്റ് എത്രയാണോ അത് വെച്ചിട്ട് ഹരിക്കുക 30. അപ്പോൾ ഒരു ദിവസം 666.6 റുപ്പീസ് റെന്റ് ഇനത്തിൽ ഒരു ദിവസം നമ്മൾ ചിലവാക്കേണ്ടി വരും. അതേപോലെ സാലറി ഇതേപോലെ ഒരു 2 ആളുകളിലാണെങ്കിൽ 50,000 ആണ് രണ്ടാൾക്കുള്ള സാലറി എന്നുണ്ടെങ്കിൽ 50,000 ഹരിക്കണം 30. അപ്പൊ സാലറി ഇനത്തിൽ ഒരു ദിവസം 1,666 വേണം. അത് നിങ്ങൾ നോക്കുക. 1,666 രണ്ടാളുണ്ടെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാനും പറ്റും. റെന്റ് ടോട്ടലി വരുന്നത് 20,000. ഇങ്ങനെ എഴുതിക്കോളി. സാലറി ഓരോ സ്റ്റാഫിനടക്കം കൂട്ടിയിട്ട് ഒരു 30,000. ഇലക്ട്രിസിറ്റി ബില്ല് ഒരു 8,000. ഫോൺ ബില്ല് ഒരു 230. 2 സിം കാർഡ് ഉണ്ടെങ്കിൽ 230. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഒരു സിം എടുക്കുകയാണെങ്കിൽ ഒരു 200 കൂട്ടാം. ഇന്റർനെറ്റിന് ഒരു 900. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇയർലി ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ZSW ആണെങ്കിൽ 4,000 വരുന്നത്. അപ്പം 4,000 ഹരിക്കണം 12. അത് 12 മാസം കൂടുമ്പോഴാണ് അതിൻ്റെ എന്ത് വരുന്നത്, റിന്യൂവൽ വരുന്നത്. അപ്പോൾ 12 ഹരിക്കണം എന്ന് പറഞ്ഞാൽ 333 റുപ്യ ഒരു മാസത്തിന് എന്ത് വരുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ ZSW മാത്രം വരുന്നുണ്ട്. 333. ഇതിന് നമ്മൾ അൺലോക്ക് ടൂണിൽ എത്ര റേറ്റ് വരുന്നത്? അൺലോക്ക് ടൂണിൽ എത്ര വരുന്നത് അറിയോ? 3,000 എത്ര വരുന്നത്? അത് ഏകദേശം റേറ്റ് വരുന്നില്ലേ? 3,000 ആണെങ്കിൽ 3,000 ഹരിക്കണം 12. അപ്പൊ അതിന് 250 റുപ്യ മന്തിൽ അതിന് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ബോർണിയോക്ക് എത്ര വരുന്നത്? 2,300.
ബോർണിയോ 2800. 2800 ആയിരിക്കണം 12. അത് ഒരു 233. ZXW ഒക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ സാറേ. 4000 റുപ്യ കിട്ടാനുള്ളത്. എത്ര 4000 എന്നല്ലേ വരുന്നത്? 4500 റുപ്യ. 4500 ആണ്. ഓക്കെ, 4500 ആയിരിക്കണം 12. പിന്നെ അതുപോലെ നമ്മളെ അൺലോക്ക് ടൂള് 3800 ചെയ്യുന്നവരുണ്ട്, 3580 ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അത് മനസ്സിലായി. നിങ്ങൾ എന്ത് ചെയ്യാ, ഈ ഒരു എമൗണ്ട്, അതായത് ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, ആ എമൗണ്ടിന് ഇയർലി വരുന്ന സബ്സ്ക്രിപ്ഷനെ 12 കൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തെ അങ്ങനത്തെ, അത് ചിലപ്പം ഒരു സോഫ്റ്റ്വെയർ ചെയ്യുന്ന ഒരു ടീമാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് സംഗതികളുണ്ട്. അൺലോക്ക് ടൂൾ ഉണ്ടാവും, ഇതുണ്ടാവും, ബോർണിയോ ഉണ്ടാവും, പിന്നെ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ, അതൊക്കെ എന്ത് ചെയ്യുക, ഇയർലി വരുന്നത് 12 കൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ ഒരു ഫിഗർ കിട്ടും. ഈ ഫിഗർ ടോട്ടൽ ചെയ്യാം. അത് എത്രയാണോ എമൗണ്ട് അത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഒരു മാസം വരുന്ന എമൗണ്ട് നമുക്ക് കിട്ടും. 375 പ്ലസ് 250 പ്ലസ് 233 പ്ലസ് 858 രൂപ നമുക്ക് എന്ത് കിട്ടും, ഒരു മാസത്തിന് ആ ഇനത്തിൽ നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഡിവൈഡഡ് ബൈ 30 കൊടുത്തു കഴിഞ്ഞാൽ 28 റുപ്യ ഇനത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ദിവസം ചെലവുണ്ടാവും. ഇത് നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 50,000. ഇത് നിങ്ങളെ ഷോപ്പിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക എത്ര എമൗണ്ട് വരുന്നുണ്ട് എന്നുള്ളത്. 58,000, 200, 900, 28.6, ഏകദേശം 59,128.6 രൂപ ഒരു മാസം ഈ രീതിയിലുള്ള ഒരു ഷോപ്പിന് ചെലവ് വരുന്നുണ്ടാവും. അതായത് 60,000 റുപ്യ. പോരാത്തതിന് ആ സ്ഥാപനത്തിലെ വേറെയും ചെലവുകളാണ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ആണെങ്കിൽ ഓഫീസ് ഐറ്റംസിന് ഏകദേശം ഒരു 2000 രൂപ എന്തായാലും വരും. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പെന്ന്, പേപ്പർ, അങ്ങനെ എന്തെങ്കിലും വാങ്ങുക, A4 ഷീറ്റ് അങ്ങനത്തെ ഷോപ്പുകളാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ വരും. പിന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റിന് എന്തുണ്ടാവും, മിനിമം ഒരു 3000 രൂപയെങ്കിലും ഒരു മാസം ഒരു ബ്രോഷർ അടിക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ 3000 രൂപ നിങ്ങൾ മാറ്റി വെക്കണം. പിന്നെ നമ്മളെ ടൂൾസിന്റെ ഐറ്റംസ്, അതായത് കൺസ്യൂമർ ഐറ്റംസ് പറഞ്ഞാൽ ലെഡ്, PPD, വിക്ക്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ അയണിന്റെ ബിറ്റ്, ഇതൊക്കെ പാടി എന്തായാലും ഒരു ബിറ്റൊക്കെ ഒരു മാസത്തിൽ മാറ്റാതിരിക്കുക. എന്നാലും ആവറേജ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2000 ഇടാം. പിന്നെ വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇതിന്റെ ഡാമേജ്, നമ്മൾ ചെയ്യുന്ന ഡിവൈസുകളുടെ ഡാമേജ് എന്തൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഡിസ്പ്ലേ പൊട്ടിപ്പോവുക, അങ്ങനത്തെ ഐറ്റംസ് ആയിട്ട് നമുക്ക് ഒരു ആവറേജ് നമുക്കൊരു 3500 ഇടുന്നുള്ളൂ. അത് നിങ്ങളെ സർവീസിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അതിന്റെ എമൗണ്ട് കൂടും. ഇതാണ് പിന്നെ ഒരു ഷോപ്പിൽ നമ്മൾ ആവറേജ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണേണ്ട കേസുകൾ ഇതാണ്. പിന്നെ ടീ കൊണ്ടുവരുന്ന സ്ഥാപനങ്ങൾ അങ്ങനെ എങ്ങനെ ഉണ്ടെന്ന് അത് നിങ്ങൾ സെപ്പറേറ്റ് എഴുതി വെക്കുക. അപ്പൊ ഇങ്ങനെ കൂട്ടുമ്പോൾ ഒരു എമൗണ്ട് നിങ്ങളെ കയ്യിൽ കിട്ടും. 60,000 പ്ലസ് 2000 പ്ലസ് 3000 പ്ലസ് 3500, ഈ ഒരു എമൗണ്ട് ടോട്ടൽ 68,500 ഒരു മാസം നിങ്ങളെ കമ്പനി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ വേണം എന്നുള്ളൊരു ഫിഗർ നിങ്ങൾക്ക് കിട്ടും. 68,500 ഡിവൈഡഡ് ബൈ 30 കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസങ്ങൾ 2283 റുപ്യ പ്രോഫിറ്റ് ഉണ്ടാക്കൽ നിർബന്ധം ആണ്. 2283 റുപ്യ ഇതേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന 68,500 എക്സ്പെൻസ് വരുന്ന ഒരു സ്ഥാപനത്തിന് ഡയലി പ്രോഫിറ്റ് 2283 റുപ്യ കിട്ടൽ നിർബന്ധമാണ്. അത് 68,500 മാസം ചെലവുള്ള ആളുകൾ. 68,500 മേലെ പോകുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ? എത്ര ആളുകളുണ്ട്? ആരെങ്കിലും കൂട്ടി നോക്കിയപ്പോ 1,00,000 മേലെ സാലറിയുടെ അത് കൂട്ടിയോ? സാലറിയിൽ ഞാൻ വെറും 30,000 മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. ഒരു സ്റ്റാഫ് എന്നുള്ള രീതിയിൽ കൂട്ടിയിട്ടുള്ളൂ. അത് 2 സ്റ്റാഫ് ഉണ്ടെന്നെങ്കിൽ അത് 60 ഇതാവും. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് 2 AC ഉള്ള ആളുകൾ ഇലക്ട്രിസിറ്റി ബില്ല് ചിലപ്പം 14,000 15,000 ആവും. ഇന്റർനെറ്റ് ഫോൺ ബില്ലും ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഈ സാലറി, ഇലക്ട്രിസിറ്റി ബില്ല്, റെന്റ് ഇത് നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളതിൽ മാറും. ഇത് 20,000 ആണ്, 20,000 ആണ്. അപ്പോൾ ഇതിൽ 1,00,000 രൂപന്റെ മേലെ റണ്ണിങ് എക്സ്പെൻസ് ഉള്ള എത്ര ആളുകളുണ്ട് ഇതിൽ? വാപ്കാക്ക് ഉണ്ടാവല്ലോ. വെട്ടിപ്പോയിക്കുണ്ടാവും. വടകരക്ക് എത്ര ഉണ്ട്? 48 സംതിങ്. 40. എത്ര? 2 സ്റ്റാഫ് ഉള്ളൂ? 2 സ്റ്റാഫ്, ഒരു സ്റ്റാഫിന് പൈസ കുറവാണ്. റെന്റ് നമുക്ക് അത്ര വരൂലല്ലോ. ഓക്കെ.
അപ്പോ ഇതില് ഈ ഒരു എക്സ്പെൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി വെക്കുക. എത്ര ഈ സബ്സ്ക്രിപ്ഷൻ ഒക്കെ അതിൽ എഴുതി വെച്ചിട്ട് ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഒരു ഷീറ്റ് ഇട്ട് തരാം. ഒരു ഗൂഗിളിന്റെ ഒരു ഷീറ്റ് ഇട്ട് തരും. ആ ഗൂഗിളിന്റെ 83 ഷീറ്റ് എത്ര? 83 സംതിങ്. അപ്പോൾ 83,000 ഇട്ട് കഴിഞ്ഞാൽ 83,000 ഹരിക്കണം 30 ഡെയിലി 2,766 രൂപ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, ആ കട നിന്ന് പോവുള്ളൂ. അതിൽ എന്തെങ്കിലും കാരണം കൊണ്ട് 2,766 നമുക്ക് 2,000 ആണ് കിട്ടിയത് എങ്കിൽ 766 രൂപ നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കാനാവും. അത് പിറ്റേ ദിവസം 2,000 ആണെങ്കിൽ അത് 1,400 ആവും. അതൊരു മാസത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 30 × 766 നിങ്ങൾക്ക് നഷ്ടമാണ്. 2,000 എന്ന് കിട്ടണു എന്നുണ്ടെങ്കിൽ ഏകദേശം 22,000 രൂപ ഒരു മാസം നഷ്ടം പറ്റും. അപ്പൊ 2,766 ഡെയിലി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ മോണിറ്റർ ചെയ്യലുണ്ടോ? ഇതിലിപ്പോ സ്റ്റാഫിന്റെ സാലറി മാത്രമല്ല നമ്മൾ കൂട്ടിയിട്ട് നമ്മക്കതായിട്ടുള്ള ഒരു സാലറി അങ്ങനെ കൂട്ടിയിട്ടില്ല. അതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾക്ക് എത്ര സാലറി ആണ് വേണ്ടത് എന്നുള്ളത് ഒരു ബിസിനസ് ഓണർ എന്ന രീതിയിൽ നിങ്ങൾ അത് ഡിസൈൻ ചെയ്യണം. നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് 50,000 ആണ് വാഗ്ദാന സാധനം, നിങ്ങൾ 50,000 എഴുതിക്കോളി. ഇനി അതല്ല നിങ്ങൾക്ക് 30,000 ആണെങ്കിൽ 1,00,000 എന്ന് നിങ്ങൾക്ക് 1,00,000 ആണോ എന്നുള്ളത് അത് എഴുതുക. ആ 50,000 നിങ്ങളെ കടി നിങ്ങൾക്ക് എടുക്കൽ നിർബന്ധമാണ്. മനസ്സിലായി ഞാൻ പറഞ്ഞേ? അപ്പൊ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യുക ഞാൻ എത്ര സാലറി എടുക്കണം, അതിന്റെ അപ്പുറത്തേക്ക് ആ സ്ഥാപനത്തിന് എടുക്കരുത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡെയിലി വരുന്ന ഫിഗർ എത്ര ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കണം. അത് ഡെയിലി രാത്രി പോകുന്ന സമയത്ത് അത് നിങ്ങൾ നോക്കണം എന്നില്ല. ആ ഒരു ഷീറ്റ് കറക്റ്റ് അവിടെ ഉള്ള ഒരു സ്റ്റാഫിനെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിച്ചാൽ മതി. അവരത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നോളൂ. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി കിട്ടും, ഇന്ന് നഷ്ടമായിരുന്നോ ഇന്ന് ലാഭമായിരുന്നു, എനിക്ക് ഇവിടുന്ന് പൈസ എടുക്കാനുണ്ടോ പൈസ എടുക്കാനില്ല എന്നുള്ളൊരു സംഗതി രാത്രി വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതിലുള്ള എല്ലാവരും എന്ത് ചെയ്യുക, അവരവർക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ് എത്ര ഉണ്ട് എന്നുള്ളതിനെ ഡിവൈഡഡ് ബൈ 30 കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര എക്സ്പെൻസ് എനിക്ക് നിന്ന് പോകാനുണ്ട് എന്നുള്ളത്. അതിൽ പറഞ്ഞല്ലോ, ഈ 2,283 എന്ന ഫിഗർ ഹർത്താലാണെങ്കിലും നിങ്ങൾ കൊടുക്കേണ്ടി വരും, കട ഞായറാഴ്ച ലീവ് ആണെങ്കിലും കൊടുക്കേണ്ടി വരും. എന്ത് വന്നാലും ഈ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അതിന് സംശയം എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഒരാഴ്ച കട ലീവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 × 2,283 ഏകദേശം 10-15,000 റുപ്യന്റെ മേലെ അങ്ങോട്ട് കൊടുക്കാനാവും കട ലീവ് ആക്കി കഴിഞ്ഞാൽ. ഈ ഫിഗർ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ദിവസം ഒന്ന് ഇരുന്നിട്ടൊന്ന് കൂട്ടി നോക്കുക. നിങ്ങളെ സ്ഥാപനത്തിലുള്ള എല്ലാ എക്സ്പെൻസും കൂട്ടിയിട്ട് ഒരു ദിവസം എത്ര വരുന്നുണ്ട് എന്നുള്ളത്. ഇതിൽ ഞാനൊരു ഷീറ്റ്, ഒരു ഗൂഗിളിന്റെ ഫോം നിങ്ങൾക്ക് അയച്ചു തരും. ആ ഫോമിൽ അന്നാ നടക്കുന്ന ബിസിനസിന്റെ ട്രാൻസാക്ഷനും മൊത്തം അതിൽ ഇങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് നിങ്ങൾ ഈ ഒരു ഫിഗർ അതിൽ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഒരു ഫിഗർ അവിടെ എഴുതാനുള്ള ഓപ്ഷനും ആ ഷീറ്റിൽ ഉണ്ടാവും. അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ഒരു ഗ്രോസ് പ്രോഫിറ്റിനടുത്ത് മൈനസ് ആണോ പ്ലസ് ആണോ എന്നുള്ള സംഖ്യ തെളിഞ്ഞ് കാണാൻ പറ്റും. എൻ്റെ കട ഇന്ന് ലാഭത്തിലാണോ എൻ്റെ കട ഇന്ന് നഷ്ടത്തിലാണോ എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ 100 രൂപക്ക് വരുന്ന ആളെ കൊണ്ട് എങ്ങനെയെങ്കിലും 150 ആക്കാൻ നമ്മൾ നോക്കും. 500 റുപ്യന്റെ സർവീസ് എങ്ങനെയാണ് 600 ആക്കാൻ നോക്കും. ഡിസ്കൗണ്ട് മാക്സിമം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ വർക്ക് കൂട്ടാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടായി വരും. അത് എന്നും രാത്രി ഈ ഒരു ഫിഗർ മൈനസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൂട്ടാനുള്ള പരിപാടിയും കൂടി നോക്കേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അതിന്റെ ഷീറ്റ് ഞാൻ നിങ്ങളിലേക്ക് ഇപ്പൊ ഷെയർ ചെയ്ത് തന്നാലോ, നിങ്ങൾ അവിടെ നിന്ന് ഫില്ല് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഷീറ്റ് എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എക്സൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എക്സൽ അറിയില്ലേ? എക്സലിന്റെ വേറൊരു ഫോമാണ് ഗൂഗിൾ ഷീറ്റ്. അത് ഗൂഗിൾ ഷീറ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഓരോ കള്ളികളിൽ അതില് കോഡ് ചെയ്ത് അതന്നെ ആ സംഗതി തന്നെയാണ്. അത് നമ്മുടെ ഇതിനനുസരിച്ച് നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു ഷീറ്റ് ഇതിൽ ഉണ്ടാക്കിയതാണ്. കാരണം എപ്പോഴും പല ആളുകൾ ഇത് നോക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവലുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കുറെ ആൾക്കാർ ടെക്നീഷ്യൻ നമുക്ക് വിളിക്കലുണ്ട്. ഇതേപോലെ എന്താ പറയാ, പ്രോഫിറ്റ് ഉണ്ട്, പക്ഷെ നല്ല കടയിൽ നല്ല വർക്ക് ഉണ്ട്, പക്ഷെ എന്തില്ല, കയ്യിലൊന്നും കാണുന്നില്ല, സ്പെയർ ഷോപ്പ് വരെ പൈസ ഇങ്ങനെ കുത്തനെ കൂടുകയാണ്. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന കേസ് അവരിതൊന്നും നോക്കാറില്ല. പൊതുവെ എത്ര ഡാമേജസ് വരുന്നുണ്ടെന്ന് വരെ നോക്കലില്ല ഡിസ്പ്ലേയിൽ. ചിലപ്പോൾ ഈ ഒരു എമൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, ഈ ടൂൾസ് ഈ ഡാമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ ചിലപ്പോൾ ഒരു മാസങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു എമൗണ്ട് ഉണ്ടാവും. ശ്രദ്ധിക്കാതെ ട്രെയിനിങ് ചെക്കന്മാരൊക്കെ ഒന്ന് ഡാമേജ് ആയി പോണതും നിങ്ങളെ കഴിഞ്ഞ ഡാമേജ് ആകുമ്പോൾ നിങ്ങൾ ഒരു മാസം കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 10-15 ഉണ്ടാവും. പക്ഷെ നിങ്ങളത് നോട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. ഇവിടെ ഈ ഒരു സംഗതി ഗൂഗിൾ ഷീറ്റിനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അതിനെ കുറിച്ചിട്ട്.
അത് ഗൂഗിൾ ഷീറ്റ് എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ ഷീറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന സംഗതി അതിലേക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി ഷീറ്റ്. ഇതിൽ മെയിലൊന്നും ആഡ് ചെയ്തില്ല. ഇല്ല, അതിൽ നമുക്ക് നാളെ രാവിലെ ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ അല്ലെങ്കിൽ എങ്ങനെ നാളെ പറഞ്ഞായി. അതിൽ ചെയ്താൽ അതിൽ നല്ല നമ്മൾ മെയിൽ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ആണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ഇതിൽ ഓപ്പൺ ആക്കി തരാം. നിങ്ങളെ ഷോപ്പിന്റെ ഇതിലിപ്പോ സ്വന്തം ഷോപ്പ് ഉള്ള എത്ര ആൾക്കാരുണ്ട്? ഒന്ന് ആഷിഫ് സിക്കൊക്കെ സ്വന്തം ഷോപ്പല്ലേ? അഭികാന്ത് സ്വന്തം ഷോപ്പല്ലേ? എന്റെ സ്വന്തമല്ല സാറേ, ഞാൻ കമ്മീഷൻ രീതിയിൽ നിൽക്കുന്നതേ ഉള്ളൂ. കമ്മീഷൻ രീതിയിൽ നിൽക്കുകയാണ്. കമ്മീഷൻ രീതി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പേഴ്സണൽ എക്സ്പെൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു മാസം ചിലവാനുള്ള എക്സ്പെൻസ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. ഒരു മാസം എത്ര ചിലവുണ്ടാവും അതും ഞാൻ പറഞ്ഞുതരാം. പേഴ്സണൽ എക്സ്പെൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേപോലെ തന്നെയാണ് പേഴ്സണൽ എക്സ്പെൻസും വരുന്നത്. ഈ റെന്റ് എന്നതിന്റെ പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വീട്ടിൽ കൊടുക്കാനുള്ള പൈസ ആക്കി എടുക്കുക. ഹൗസ് ചിലർ വീട്ടിൽ എന്ത് ചെയ്യേണ്ടി വരും, ഒരു മന്ത്ലി ഒരു പൈസ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അടുത്ത വീട്ടിൽ ചിലവിന് ആവശ്യമായിട്ടുള്ളത് നിങ്ങളെ പെട്രോൾ, നിങ്ങളെ ഇലക്ട്രിസിറ്റി, നിങ്ങളെ ഫോണിന്റെ ബില്ല്, അതേപോലെ തന്നെ നിങ്ങൾ ഒരു ദിവസം എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ വേറെ ഫുഡ്, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഏകദേശം എത്ര പൈസ ഉണ്ടെന്നുള്ള ഒരു കാൽക്കുലേഷൻ എടുത്തോളൂ. അതൊരു മാസം എത്ര വരുന്നുണ്ട് നോക്കി. എന്നിട്ട് ആ എമൗണ്ടിലുള്ള സാലറി തന്നെ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്നുണ്ടോ നിങ്ങൾ നോക്കി നോക്കണം. ഞാൻ മനസ്സിലാവുണ്ടോ? അപ്പൊ അതും നിങ്ങൾ നോക്കിക്കോളി. ഇത് ഷോപ്പിന്റെ വരുമാനം നോക്കിയത്. ഇതേപോലെ ഷോപ്പിന്റെ വരുമാനം 2253 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ. അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻസിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഒരു 30,000 ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഉള്ള ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 50,000 ആണ് എന്നുണ്ടെങ്കിൽ ഈ 20,000 റുപ്യ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെ റോൾ ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഒരു ഗൂഗിൾ പേക്ക് ഒരു 5,000 അയച്ചടിക്കാൻ നാളെ തരാം. ഇതിനകത്ത് ഈ ഷോപ്പിന്റെ എക്സ്പെൻസ് എല്ലാം എന്നെ ബാധിക്കുന്നുണ്ട് സാറേ. അതായത് പ്രോഫിറ്റിന്റെ ഇത്ര പെർസെന്റേജ് എനിക്കെന്നേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം ഈ ഷോപ്പ്, ഈ സാറ് പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം എന്റെ ഇതിനകത്തും വരും. മീൻസ് ഇതിനകത്ത് എത്ര രൂപ കട്ട് ചെയ്ത് പ്രോഫിറ്റ് എത്ര ഉണ്ടോ, പ്രോഫിറ്റിന്റെ ഒരു 40% 60% അങ്ങനെ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അത് ഷോപ്പിൽ അങ്ങനെ തന്നെ. ഷോപ്പിൽ കമ്മീഷൻ ആണെന്നുണ്ടെങ്കിലും ഷോപ്പിന്റെ റണ്ണിങ് എക്സ്പെൻസ് കഴിഞ്ഞിട്ട് തന്നെ ചിലപ്പം അത് ഓരോ ഇതിനനുസരിച്ചുണ്ടാവും, മാനേജ്മെന്റിനനുസരിച്ചുണ്ടാവുക. എങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. കാരണം റണ്ണിങ് എക്സ്പെൻസ് കുറച്ചിട്ട് നമുക്ക് എന്തായാലും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂൾസ്, റെന്റ് ഒക്കെ അതിൽ പോകുന്നുണ്ടോ? റെന്റ് എല്ലാം മൊത്തത്തിൽ ഷോപ്പ് റൺ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. എന്നിട്ട് അതിനകത്ത് എത്ര പ്രോഫിറ്റ് ഉണ്ടോ അതിനകത്ത് ഇത്ര പെർസെന്റേജ് ആൾക്ക് മുതലാളിക്ക് ഓർഡർ കൊടുത്താൽ മതി. നിങ്ങൾ നടത്താൻ എടുത്തതാണോ ഷോപ്പ്? നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പുള്ളിയുടെ തന്നെ ഷോപ്പാണ്, നമ്മളാണ് മൊത്തത്തിൽ അപ്പൊ പിന്നെ അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പൊ അതായത് വേറെ മാനേജ്മെന്റ് കീഴിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവാറില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നടത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്പെൻസ് എല്ലാം നോക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ സ്വന്തം സ്ഥാപനം തന്നെയാണ് അത്. പക്ഷെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40% അല്ലേ നിങ്ങൾക്ക് ഉള്ളത്, അല്ലേ? അതെ 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 ഒരു പാർട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ 40% എടുത്താല് ഈ കോസ്റ്റ് കണ്ടില്ല നിങ്ങൾ, ഒരു 68,500. ഈ 68,500 നിങ്ങൾക്ക് ഒരു മന്ത്ലി കുറച്ച് ഇത് നിങ്ങൾക്ക് ഒരു 50,000 ആക്കി കഴിഞ്ഞാൽ ഞാൻ ഷോപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മന്ത്ലി എനിക്ക് 67 സംതിങ് മന്ത്ലി ഉണ്ടാവണം. ഓക്കെ, ഈ 67,500 നിങ്ങൾക്ക് എത്രത്തോളം കുറക്കാൻ പറ്റും എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. മനസ്സിലായില്ലേ? ഓക്കെ. ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ 40% ഉള്ളിടത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? അതായത് ഈ 68, 1 ലക്ഷമാണ് കിട്ടിയതിന് 68,500 കുറച്ച് കഴിഞ്ഞാൽ 31,500ന്റെ 40% കിട്ടുക. അതെ. അപ്പൊ ഈ 68,500 ഉള്ളത് നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് എക്സ്പെൻസ് ഒക്കെ ഒന്ന് കുറച്ചത് 50,000 ആക്കി കഴിഞ്ഞാൽ ഇവിടെ എന്തായി? 50,000 ആയി കഴിഞ്ഞാൽ 1 ലക്ഷം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല് 1 ലക്ഷത്തിന്ന് 50,000 പോയിട്ടുള്ള 50,000ത്തിന് 40% കിട്ടൂലേ? ഇതിനകത്ത് ഇപ്പം കുഴപ്പമെന്താണെന്ന് അറിയാം സാറേ, നമ്മളൊരു ലിമിറ്റ് നോക്കി ഒരു സംഖ്യ എങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതായത് ഇങ്ങനെ തന്നെ ഞാൻ ആദ്യം തന്നെ കണക്ക് കൂട്ടി ഒരു 67 സംതിങ് ആണ് ഞങ്ങൾ കണക്ക് കൂട്ടി ഇപ്പം വന്നത്. അത് വെച്ചൊരു ഫിക്സഡ് ഇത് ഇട്ടിരിക്കുകയാണ്. ആ എമൗണ്ട് ആണ് എല്ലാ മാസത്തിലും കുറച്ച് പോകുന്നത്. അപ്പൊ റണ്ണിങ് എക്സ്പെൻസ് ഒന്നും കൂടി മുതലാണ്ട് പറഞ്ഞ ഇവിടുത്തെ എക്സ്പെൻസ് ഒന്നും കൂടി ചേഞ്ച് ചെയ്യണം എന്ന് പറയണം. ഇലക്ട്രിസിറ്റി ബില്ല് എത്ര വരുന്നുണ്ട്, സാലറി എത്ര വരുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് 2 മാസത്തെ വെച്ച് ഞങ്ങൾ നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നതാണ് ഈ എമൗണ്ട്. അത് ഏകദേശം അക്യുറേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മതി. പക്ഷെ നിങ്ങൾക്ക് കുറക്കാൻ പറ്റുന്ന ഏരിയയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കറണ്ട് ബില്ല് കുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ ആ സമയത്തേക്ക് കുറച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പെൻസ് കുറക്കാൻ നോക്കണം. അതേപോലെ തന്നെ മാർക്കറ്റിംഗിലുള്ള സ്കില്ലുകൾ കൂട്ടാനും നോക്കണം. അത് രണ്ടും
നോക്കണം. അതേപോലെ നിങ്ങൾ പേഴ്സണലും നോക്കണം. പേഴ്സണലും ഇതേപോലെ സംഗതികൾ വരുന്നുണ്ട്. എക്സ്പെൻസ് കൂടുതലും സാലറി കുറവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് കൂട്ടിയെടുക്കുക. ഞാൻ എക്സൽ ഷെയർ ഇപ്പം ഇന്ന് തന്നെ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് തന്നെ അതൊന്ന് നോക്കിയിട്ട് ഡെയിലി മൈനസ് ആണ് നെഗറ്റീവ് ആണെന്ന് നോക്കാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ആ റണ്ണിങ് എക്സ്പെൻസ് ഇപ്പോ അത് എങ്ങനെ ഇപ്പൊ ഇതിലുള്ളത് കുറക്കാൻ പറ്റുക? കാരണം നമ്മളിപ്പോ റണ്ണിങ് എക്സ്പെൻസിലുള്ളത് ഇപ്പോ സാലറി, റെന്റ്, കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, അതൊക്കെ പിന്നെ ZSW ഇതൊന്നും നമുക്ക് കുറക്കാൻ കഴിയൂലല്ലോ. ZSW ഇതൊക്കെ കുറക്കാൻ പറ്റില്ല. അതിൻ്റെതായ കറണ്ട് ബില്ല് കുറക്കാൻ പറ്റും. സാലറി കുറക്കാൻ പറ്റും. സാലറി പണിക്ക് ആൾക്കാരെ കുറക്കുക. അത് ഇപ്പോഴല്ല കുറക്കേണ്ടത്. അത് നിങ്ങളെ കമ്പനി നഷ്ടത്തിലാണെങ്കിലാണ്. ലാഭത്തിലാണെന്ന് നിങ്ങൾ കുറക്കേണ്ട ആവശ്യമില്ല. ആ മനസ്സിലായില്ലേ? അതായത് നമ്മളൊരു സുഹൃത്തിന്റെ സ്ഥാപനത്തിലേ ആ അവന്റെ റണ്ണിങ് എക്സ്പെൻസ് 2,20,000 രൂപ. 4 സ്റ്റാഫ്, ആ 5 സ്റ്റാഫ് 2,20,000 റണ്ണിങ് എക്സ്പെൻസ്. ഇത്ര തന്നെ നമ്മളെ അത്ര പോലും ഇതില്ല, ഇതില്ല. അപ്പൊ ആ ഒരു സ്ഥാപനത്തിൽ 2,20,000 രൂപ റണ്ണിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി 50,000 രൂപന്റെ മേലെ ഓനക്ക് മാസം നഷ്ടമാണ്. ഓൻ ഈ കണക്കൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായ? അപ്പോ അങ്ങനെ വരുന്ന പ്രശ്നം ഉണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഓണ് പറഞ്ഞു 2-3 സ്റ്റാഫിനെ ഒഴിവാക്കിയാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ലാഭത്തിലാക്കാൻ പറ്റും നമ്മൾ പറഞ്ഞു. അപ്പൊ ഓൻ അതിന് വേണ്ടിയുള്ള പരിപാടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? നമ്മള് സാലറി കൊടുക്കുന്നില്ല സ്റ്റാഫിന്. ഇപ്പൊ ചെറിയ ടെക്നീഷ്യന് ബേസിലേക്ക് മാറ്റുന്നവരും അത് കമ്മീഷൻക്കാ? അത് എങ്ങനെ മനസ്സിലായില്ല? നമ്മള് സാലറി കൊടുക്കുന്ന നിശ്ചിത എമൗണ്ട് ആ ആ അവരെ വർക്കിനനുസരിച്ച് കമ്മീഷൻ ബേസിലേക്ക് ആക്കുന്നത് നല്ലതല്ലേ? അത് 2 രീതിയിൽ നിങ്ങൾക്ക് അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് സാലറിക്ക് നിർത്തുന്നതാണെങ്കിൽ സാലറിക്ക് തന്നെ കൊടുക്കുക. അതാണ് നമുക്ക് ലാഭം. കമ്മീഷൻ ആവുന്ന സമയത്ത് ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ വർക്ക് മാത്രമേ എടുക്കുള്ളൂ. നമുക്ക് മറ്റുള്ളതിലേക്ക് പോകാൻ പറയും ഇന്ന് പോയിക്കൊടുന്ന അത് നടക്കൂല അറിയും. നമുക്ക് സ്ഥാപനത്തിൽ സാലറി കൊടുത്ത് നിർത്തുമ്പോഴാണ് എല്ലാ വർക്കും അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായ? അല്ല അങ്ങനെ തന്നെ അല്ലേ? അതെ അതെ അതെ. മറ്റേത് ഓല എന്ത് ചെയ്യുക? ഓല ഒരു പണി എടുത്തുകാണ്ട് മാത്രമല്ല ഓല് പോവുള്ളൂ. മൊത്തത്തിലുള്ള വർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മള് പറയാം. അതായത് ആ ബസ്സിന് പോയി സാധനം കൊണ്ടുവരണം കഴിഞ്ഞാൽ ബസ്സിന് പോയി സാധനം കൊണ്ടുവരാൻ ഓനെ കൊണ്ട് പറ്റണം. മറ്റേത് പറയും ബസ്സിന് പോകാൻ നിന്നെ കൊണ്ടാവില്ല. ഓന്റെ പേഴ്സണൽ ഇതല്ലേ നോക്കുള്ളൂ. അല്ലേ? ശരിയാണ് ശരിയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും. ഇതിൽ സ്ക്രീൻ ഷെയർ ചെയ്തൂടെ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുതരാം. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. എവിടെ ഇതില് സ്ക്രീൻ കാണുന്നില്ലേ? ഇത് മൊത്തത്തിൽ പർച്ചേസ് മൊത്തത്തിൽ ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് വേണ്ടി വരില്ല. ഇതിൽ ഈ ഇവിടെ കണ്ടില്ലേ റണ്ണിങ് എക്സ്പെൻസ് എന്നുള്ളത് എമൗണ്ട്, ഇലക്ട്രിസിറ്റി, ഇന്റർനെറ്റ്, ഫോണിന്. ഇത് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ മൊത്തം ഒരു ദിവസത്തെ കണക്കൂടെ എഴുതണം. പറഞ്ഞ ക്ലിയർ ആവണ്ട? നമ്മളൊരു ദിവസം റെന്റ് ഒരു 30,000 ആണെങ്കിൽ ഇവിടെ 1000 എഴുതുക. 30,000 അരിക്കണം 30. അത് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ നിങ്ങൾക്ക് വരുന്ന എമൗണ്ട് ഇവിടെ കിട്ടും. ഇപ്പോൾ ഒരു ആൾക്ക് റെന്റ് 20,000 ആണ്. ഒരാളെ സാലറി ടോട്ടൽ ഒരു 50,000 ഉണ്ട്. പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു മന്ത്ലി 30,000 ആണെങ്കിൽ ഡെയിലി 1000. ഇന്റർനെറ്റിന്റെ ബില്ല് 900. ഫോൺ ബില്ല് ഒരു 450. റൂം എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകൾക്ക് നിൽക്കാനുള്ള റൂം ഉണ്ടെങ്കിൽ അതിനൊരു മന്ത്ലി ഒരു 600. അപ്പൊ ടോട്ടൽ ഉണ്ട് 72,950 റെന്റ് വന്ന്. മനസ്സിലായോ? 72. ഹലോ, സാർ. ഇത് ഒരു മന്ത്ലി ഉള്ള കണക്കാണ് 72,950. ഇപ്പൊ 72,950 ഏകദേശം നമുക്ക് ഒരു ദിവസത്തെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 20,000 റെന്റ് വരുന്നത് ഏകദേശം ഒരു 700 കൂട്ടുക. സാലറി ഇനത്തിൽ 50,000 ആകുമ്പോൾ ഏകദേശം ഒരു 1,600. അപ്പോൾ ഏകദേശം 5,250 റുപ്യ എന്ത് വേണം? ഒരു ദിവസത്തെ എക്സ്പെൻസ് വേണം. അപ്പൊ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. നിങ്ങൾ ഇവിടെ കണ്ടാ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് ഇപ്പോ? -5,250 ആണ്. അല്ലേ?
അപ്പൊ ഈ -5000 പ്ലസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇവിടെ സെയിൽ കൂടണം. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ദിവസത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദിവസത്തെ മൊത്തം നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് മൊത്തം എത്ര റുപ്യ വന്ന പ്രോഫിറ്റും സെല്ലിങ്ങും. ഇപ്പൊ നമുക്കൊരു സ്ക്രീൻ കാർഡ് വിൽക്കുകയാണ്. സ്ക്രീൻ കാർഡ് നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇല്ലാത്തൊരു ഇങ്ങനെ സ്ക്രീൻ കാർഡ് നമ്മളെ കോസ്റ്റ് 30, വിറ്റത് 150. ഓക്കെ, അങ്ങനെ കൊടുക്കുക. ഇനി അതെല്ലാം നമ്മൾ ഒരു പൗച്ച് കൊടുത്ത് പൗച്ചിന്റെ കോസ്റ്റ് 20, വിറ്റത് 200. ഓക്കെ, ഇങ്ങനെ കൊടുക്കുക. പിന്നെ ഒരു സെക്കൻഡ് ഫോൺ എടുത്ത് ഫോണിന്റെ വില 5000, വിറ്റത് 8000. ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ട ടോട്ടൽ സെയിൽ 8350, അന്നത്തെ പ്രോഫിറ്റ് 3300. ഇവിടെ കാണുന്നുണ്ടാ? കണ്ടില്ലേ? ക്ലിയർ അല്ലേ? ആരുമില്ലേ? ലൈവിൽ ആരുമില്ലേ? ആരെങ്കിലും ഒന്ന് സംസാരിക്കും. ഇവിടെ പ്രോഫിറ്റ് 3300 വന്ന്. അതേപോലെ സർവീസിൽ ഒരു ചാർജിങ് കണ്ടർ നമ്മളെ കോസ്റ്റ് വരുന്നത് 5 രൂപ, നമ്മൾ മാറ്റിയത് 200. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് റിമൂവ് ചെയ്തത് കോസ്റ്റ് ഒന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ഒരു ഐഫോൺ ആയതുകൊണ്ട് നമുക്ക് എത്ര കിട്ടി? ഒരു 3000 നമ്മൾ ഡയറക്റ്റ് വാങ്ങി. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊക്കെ കാൽക്കുലേഷൻ ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചാണ്. അപ്പൊ ഡയലി സെയിൽസ് എത്ര ചെയ്തു എന്നുള്ള ഇവിടെ കിട്ടും, 8350. സർവീസ് ടോട്ടൽ 3200 കിട്ടി. സെയിൽസിൽ ഉള്ള പ്രോഫിറ്റ് 3300. അതായത് 8350 സെയിൽസ് ചെയ്തതിൽ 3300 നമ്മൾ സെയിലിൽ പ്രോഫിറ്റ്. സർവീസ് ടോട്ടൽ 3200 ചെയ്തത്, അതിൽ 3195 സർവീസിൽ പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റ് 6495. അത് 77% എന്തുണ്ട്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉണ്ട്. അപ്പം അന്നത്തെ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ എഴുതാണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെന്റ് പോലത്തെ എക്സ്പെൻസ് ഇവിടെ എഴുതരുത്. എന്തെങ്കിലും ടീ വാങ്ങിയ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു 10-20. നമ്മൾ എന്തെങ്കിലുമൊക്കെ ബുക്ക് അല്ലെങ്കിൽ സ്റ്റാപ്ലർ അങ്ങനെ എന്തെങ്കിലും ഓഫീസ് ഐറ്റംസ് വാങ്ങുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ടൂൾസിന്റെ കൺസ്യൂമബിൾ ഐറ്റംസ് ഉള്ള എന്തെങ്കിലും വിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങുക, അങ്ങനത്തെ ഒക്കെ എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ഇവിടെ എഴുതാം. ഒരു 50, ഒരു 100. അപ്പൊ ഇവിടെ എന്ത് ചെയ്ത്? അന്നത്തെ എക്സ്പെൻസ് ഉണ്ട് ഇവിടെ 170 ആയി. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കഴിച്ചിട്ട് ഫൈനൽ വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് ടീ അല്ലെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ, ടൂൾസുമായി ബന്ധപ്പെട്ട ടൂൾസ് എന്ന് പറഞ്ഞാൽ അസറ്റ് അല്ല. ഇതേപോലെ വിക്ക്, കേടന്ന് പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ വാങ്ങുമല്ലോ. PPD അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ റെന്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെന്റ് ഇലക്ട്രിസിറ്റി ഓൾറെഡി ഇവിടെ ഒരു ആവറേജ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് ടോട്ടൽ ഉണ്ട് ഇവിടെ 1075 റുപ്യ നമുക്ക് എന്ത് ചെയ്യാം? അന്നത്തെ പ്രോഫിറ്റ് ഉണ്ട്. അത് ഇവിടെ കാണാൻ പറ്റും. ഉണ്ടോ ഇവിടെ 1075? കണ്ടില്ലേ? ഇത് എന്തെങ്കിലും കാരണം കൊണ്ട് ഇവിടെ സർവീസ് ഒന്നും നടന്നില്ല, ഇതാണ് ഒഴിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് സെയിൽ മാത്രമേ നടന്നിട്ടുള്ളൂ വിചാരിച്ച. അപ്പൊ ഇവിടെ -2100. ഈ 2000 കൂടി കിട്ടിക്കഴിഞ്ഞാൽ കമ്പനി എന്താവുള്ളൂ? ലാഭത്തിലാവുള്ളൂ എന്നർത്ഥം. മനസ്സിലായ? അപ്പൊ നിങ്ങൾക്ക് രാത്രി പോണ സമയത്ത് ഇവിടെ നോക്കാൻ പറ്റും എന്താണ് എന്റെ കടയിൽ ഇന്ന് എന്താ അവസ്ഥ എന്നുള്ളത്. 2000 നഷ്ടത്തിലാണോ 2000 ലാഭത്തിലാണോ? അപ്പൊ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീരുമാനം മാറ്റാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ക്രീൻ കാർഡ് എങ്ങനെ 150 200 ആക്കാൻ പറ്റുമോ നോക്കും. പിറ്റേ ദിവസം എന്നല്ല, ഇത് പിറ്റേ ദിവസം മാറ്റുന്ന സമയത്ത് ഇതിന്റെ ഒരു കോപ്പി ഇവിടെ എടുക്കാൻ പറ്റും. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് ഇവിടെ മാറ്റി കൊടുത്താൽ മതി. അങ്ങനെ 30 ദിവസം എന്ത് ചെയ്യുക? ഇവിടെ ഉണ്ടാക്കി വെക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് എന്ത് ഇത് മൊത്തം എന്ത് ചെയ്യുക? ഡിലീറ്റ് ചെയ്യുക. എന്നാൽ ട്രാൻസാക്ഷൻ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് പിറ്റേ ദിവസത്തെ ഇവിടെ എഴുതി കൊടുക്കുക. അങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ല, കംപ്ലീറ്റ് കാര്യങ്ങൾ ഒറ്റ ക്ലിക്കിൽ ഇവിടെ അറിയാൻ പറ്റും എത്രയാണോ. ഇതിപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ കോപ്പി എടുത്തു കഴിഞ്ഞാൽ കണ്ട അവിടെ മൈനസ്, രാവിലെ വരുമ്പോൾ ഇവിടെ -5000 ആണ് ഈ കാര്യം. ഞങ്ങൾ ഓരോ ദിവസത്തെ സർവീസും സെയിലും ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഇവിടെ അങ്ങനെ കുറഞ്ഞു വരും. ഞാൻ പറഞ്ഞ ക്ലിയർ ആവണ്ട? അപ്പൊ ഇതെന്ത് ചെയ്യുക? ഓരോ ഈ ഐറ്റം നെയിം എന്നുള്ളത് നിങ്ങൾ വിറ്റ സാധനം, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോക്ക് പ്രൈസ്, സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിറ്റ വില, സർവീസിൽ അതേപോലെ തന്നെ നിങ്ങളുടെ ഡിസ്പ്ലേന്റെ കോസ്റ്റ് ഇവിടെ ഡിസ്പ്ലേ എത്ര പൈസ കൊടുത്തു എന്നുള്ളത്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമില്ല. ഇനി കാർഡ് പേയ്മെന്റ് അങ്ങനെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അതൊന്ന് ഫില്ല് ചെയ്യണം. നിങ്ങൾ ഇതും ഈ എക്സ്പെൻസ് മാത്രം ഫില്ല് ചെയ്താൽ മതി. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് ഇവിടെ കിട്ടും. എത്രയാണ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇത് ഞാൻ എന്ത് ചെയ്തുതരാം? നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം. ഇത് എല്ലാവരും ഒരു ദിവസം ഒരു മാസമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. ഒരു മാസം ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഓൾറെഡി നിങ്ങൾക്ക് ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൂടിയിട്ടും നമ്മളതൊന്നും പലപ്പോഴും നോക്കലില്ല. കാരണം ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. കടയത്തെ സ്റ്റാഫിനോട് പറയാം എന്ത്
എന്നും കട ക്ലോസ് പോണതിന് മുന്നേ അതിലേക്ക് ഡാറ്റ ഫില്ല് ചെയ്തിട്ട് വാട്സപ്പ് വഴി നിങ്ങൾക്ക് അയച്ചുതരാൻ പറയാം. അത് നിങ്ങൾ തീരുമാനം എടുത്താൽ മതി. ഓണർ എന്നുള്ള നിലയിൽ നിങ്ങൾ മടിച്ചു നിൽക്കും. പക്ഷെ എന്ത് ചെയ്യുക, സ്റ്റാഫിനോട് പറയാം, അത് ആരെങ്കിലും കൈകാര്യം ചെയ്യണം, അവരോട് എന്ത് ചെയ്യുക, റിപ്പോർട്ട് ഡയലി അയക്കാൻ പറയണം. കട ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഡയലി എന്ത് ചെയ്യണം, റിപ്പോർട്ട് അയക്കാൻ പറഞ്ഞു. എന്നാൽ അയക്കാൻ വരുമ്പോൾ നിങ്ങൾ വാട്സപ്പ് കയറുന്ന സമയത്ത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സൂം ചെയ്ത് നിങ്ങൾ നോക്കാം. അപ്പം മൈനസ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കട നഷ്ടത്തിലാണ്. അപ്പം നഷ്ടത്തിലാവാനുള്ള കാരണം എന്താണെന്നുള്ളതും എത്രത്തോളം ഡാമേജ് സംഭവിക്കുന്നു, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത വരണം എന്നുണ്ടെങ്കിൽ ആ നമ്പർ നിങ്ങൾക്ക് എന്താവണം, നിങ്ങളെ മൈൻഡിൽ വേണം. ക്ലിയർ ആയോ? അപ്പം എന്ത് ചെയ്യുക, ആ ഷീറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഇപ്പം തന്നെ വിട്ടുകൊടുത്താണ്. അതിൻ്റെ എക്സൽ ഫയൽ ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ആക്കിയാൽ മതി, അല്ലെങ്കിൽ എക്സൽ ഉള്ളവർക്ക് എക്സൽക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മാസം ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കുക. ഞാൻ പറയാം, ക്ലിയർ ആയോ? മുഹമ്മദ് വടകര. ഓ ക്ലിയർ ആണ്. അപ്പൊ കടയിൽ സ്റ്റാഫ് ഉണ്ടാ, അക്കൗണ്ട്സിന് ആരെങ്കിലും ഉണ്ടാ? പിന്നുണ്ട്. ആ അക്കൗണ്ട്സിന്റെ ആളോട് പറയാ, ഒന്നെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റും, അല്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ സെയിലിന്റെ കോസ്റ്റും പ്രോഫിറ്റും കിട്ടുമല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിലെ. അതായത് അന്നത്തെ ക്ലോസിംഗ് എത്ര ഉണ്ട് എന്നുള്ളത് നിങ്ങളെ സോഫ്റ്റ്വെയറിൽ ഡെയിലി അടിക്കണമെങ്കിൽ അങ്ങനെ എഴുതിയിട്ട് അതിൽ നിന്നുള്ള ഫിഗർ മാത്രം എടുത്ത് എഴുതിയാലും മതി. എന്നാൽ പിന്നെ ഓരോന്ന് എഴുതേണ്ട ആവശ്യമില്ല. അതിൽ ഓരോന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് എഴുതാം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതേപോലെ സർവീസിന്റെ നോക്കുന്ന ടോട്ടൽ ഫിഗർ ചെയ്തിട്ട് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് എഴുതാം. എൻ്റെ അഭിപ്രായത്തിൽ സെപ്പറേറ്റ് നല്ല സെയിൽ അടക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സർവീസ് ഒരു 10 ഉണ്ടാവുള്ളൂ. അപ്പോൾ 10 ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര സെറ്റ് വരുന്നുണ്ട് എന്നുള്ളത് കൂടി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ ഇരുന്നിട്ട് ചിലപ്പം ആകെ ഒരു സെറ്റൊക്കെ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സ്വൽപ്പമായിട്ടൊരു അവയർനെസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാവും. മറ്റേത് എന്നും പണി ഉണ്ടാവും, എപ്പോഴും രാവിലെ കയറി കഴിഞ്ഞാൽ വർക്ക് ഉണ്ടാവും, പക്ഷെ പൈസ ആയിട്ടൊന്നും എടുക്കാനില്ല എന്നുള്ളൊരു ബോധം വരാന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി കാര്യങ്ങൾ ഒരു വ്യക്തത കിട്ടും, എങ്ങനെ പോകുന്നു എൻ്റെ ബിസിനസ് എന്നുള്ളത്. അപ്പോൾ ആ പയ്യനോട് പറയാം, രാത്രി അത് നേരെ ഡൗൺലോഡ് ചെയ്യുക, PDF ആക്കുക, PDF ആക്കിയിട്ട് വാട്സപ്പ് അയച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുന്നേ ഒന്ന് സൂം ചെയ്യുക, നോക്കാവോ. ഇന്നൊരു 10,000 പ്രോഫിറ്റ് ഉണ്ട്, നാളെ നോക്കുന്ന സമയത്തും 10,000 ഉണ്ട്, പിറ്റേ ദിവസം നോക്കുന്ന സമയത്ത് -5,000 ഉണ്ട്, പിന്നെ ഒരു -10,000 നമുക്കൊരു ബോധം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കി നോക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? മുഹമ്മദ് സെയ്ദ് ഫീർ. സാർ അതിൽ പറയുന്ന ഇതാ, ആ അതിലൊരു പർച്ചേസിന്റെ കാര്യം പറയുന്നില്ലേ, അതേത് പർച്ചേസ് ഉദ്ദേശിച്ചത്? അത് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് ഇവിടുത്തെ ഷോപ്പിലും ചിലപ്പോൾ നിങ്ങളെ ഇവിടെ വേണ്ടി വരൂല. ചില ടെക്നീഷ്യന്മാർ ഓൾറെഡി പർച്ചേസ് എന്തുണ്ടാവും, ഷോപ്പിൽ നിന്ന് ഉണ്ടാവില്ലേ, പക്ഷെ ബില്ല് കയറ്റുന്ന സ്വഭാവം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഇല്ലാത്ത ആൾക്കാർ കുറെ ഇല്ലേ ഇതിൽ? ബില്ലടിക്കാത്ത ആൾക്കാർ, പർച്ചേസ് കയറ്റാത്ത ആൾക്കാരുണ്ട് അതിൽ? ഇൻവെന്ററി സോഫ്റ്റ്വെയർ ഉപയോഗിക്കാത്ത ആളുകളുണ്ടാ? ഉണ്ട്. അങ്ങനത്തെവർക്കുള്ളതാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൈ ഫോൺ സാധനം വാങ്ങുന്ന സമയത്ത് പർച്ചേസുള്ള സ്കൈ ഫോൺ കൊടുക്കുക, എത്ര എമൗണ്ട്, ആ എമൗണ്ടോട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ആ എമൗണ്ടോട് എഴുതുന്ന സമയത്ത് അതിൽ ഫുള്ള് ഉണ്ട് കേട്ടോ. അതായത് രാത്രി പോകുമ്പോഴുള്ള ക്ലോസിംഗ് ബാലൻസ് വരെ എത്ര വരെ എന്നാലും അറിയാൻ കഴിയും. അതായത് നിങ്ങളിപ്പോൾ ഒരാളെ സ്ഥാപനം ഏൽപ്പിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫുള്ള് ഡാറ്റ, പർച്ചേസിന്റെ ബില്ല്, ടൂൾസിന്റെ ബില്ലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് അതിൽ ഓപ്പണിങ് ക്ലോസിംഗ് എന്നുള്ള ബാലൻസിൽ ലാസ്റ്റ് കൗണ്ടറിൽ എത്ര പൈസ ഉണ്ടെന്ന് വരെ അതിൽ കാണാൻ പറ്റും. അതായത് അതിൽ ക്ലോസിംഗ് ആ 1 മന്ത് പിന്നെ ഇപ്പൊ 1 ഡേ ഉള്ള പ്രോഫിറ്റും കാര്യങ്ങളെല്ലാം കാണിക്കണം. അതിൽ 1 മന്തിന് കാണിക്കണ്ടോ? അത് 1 മന്തിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സാധനം ഒരു മാസത്തേക്ക് വേറെ ഷീറ്റിൽ ഇങ്ങനെ കോപ്പി എടുത്താൽ മതി. മനസ്സിലായ? അത് ഞാൻ അതിൽ ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റും. അതായത് ഓരോ ദിവസവും കിട്ടുമല്ലോ, പിന്നെ ആ ലാസ്റ്റത്തെ ഒരു കോൾ ഉണ്ടല്ലോ, അത് ഇതിൽ തന്നെ ആ കോളത്തിൽ അതിനുള്ള ഒരു കോഡ് കൊടുത്താൽ വരില്ലേ? അത് ശരിയാവും. അത് ആ സാധനം മൊത്തം കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് എന്ത് ചെയ്യുക, വേറെ അത് മന്ത്ലി റിപ്പോർട്ട് വേറെ നിങ്ങൾ ഉണ്ടാക്കണം. ഇതിൽ നിന്ന് ഇങ്ങനെ കോപ്പി എടുത്തിട്ട് എന്ത് ചെയ്യുക, വേറെ ഷീറ്റിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് അത് ടോട്ടൽ ചെയ്താൽ മതി. മനസ്സിലായ? അപ്പൊ അത് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ടൂൾസിന് എത്ര കൊടുത്ത്, എക്സ്പെൻസ് എത്ര കൊടുത്തുള്ള ഒറ്റ ക്ലിക്കിന് അറിയാൻ പറ്റും. പിന്നെ അതേപോലെ ഇതിൽ പറഞ്ഞല്ലോ, അതായത് രാത്രി പോണ സമയത്ത് എത്ര പൈസ അതിൽ കൗണ്ടറിൽ ഉണ്ടെന്ന് വരെ എന്നുള്ളത് അതിൽ കാണാൻ പറ്റും. അതിലുള്ള ഫുള്ള് ഡാറ്റ ഒരേപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കൗണ്ടറിൽ 330 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെൽഫിന് വലിച്ചിട്ട് നോക്കുമ്പോൾ 330 അതിൽ കാണണം. അതിൽ 300 കാണുന്നുണ്ടെങ്കിൽ 30 റുപ്യ ഒന്നെങ്കിൽ ആരെങ്കിലും കട്ടെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ 30 റുപ്യ ഏതെങ്കിലും അടിക്കാൻ മറന്നിട്ടുണ്ടാവും, എഴുതാൻ മറക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ട? അപ്പൊ അങ്ങനെ പ്രോപ്പറായിട്ട് കൊണ്ട് അങ്ങനെ ചെയ്യാനും പറ്റും.
ഗൂഗിൾ പേയിലൊക്കെ വരുന്ന പൈസ എങ്ങനെ അതിൽ ആഡ് ചെയ്യാം? ഗൂഗിൾ പേയില് അത് അങ്ങനെ ചെയ്യുന്നതിൽ കാർഡ് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ അതിലുണ്ട്. അല്ലാണ്ട് കാർഡ് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊക്കെ അതിനുള്ളതാണ്. പക്ഷെ അതൊന്നും നിങ്ങൾ ഇപ്പൊ ആഡ് ചെയ്യണ്ട. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, എത്ര ഹെൽത്ത് ഉണ്ട് എന്നുള്ളത് നോക്കി നോക്കുക. കമ്പനിന്റെ ഹെൽത്ത് എത്ര ഉണ്ടെന്ന് നിങ്ങൾ നോക്കി നോക്കുക. ഏത് ആ. ഈ ഇത് മാത്രം എഴുതിയിട്ട്, ഏത് മാത്രം എഴുതിയിട്ട്, നമ്മൾ വന്ന സാധനങ്ങൾ വിറ്റ സർവീസിന്റെ മാത്രം എഴുതിയിട്ട് എത്ര പ്രോഫിറ്റ് ഈ പറഞ്ഞ ഡെയിലി എക്സ്പെൻസും എഴുതിയിട്ട് ഒരു ദിവസം എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾ ആദ്യം നോക്കി നോക്കി. ആദ്യം ഒരു മാസങ്ങൾ അങ്ങനെ പോയി. ആ ഒരു മാസം അങ്ങനെ പോയതിനു ശേഷം പിറ്റത്തെ മാസം മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ മാതിരി എല്ലാതും കൂടി ഇങ്ങനെ ടാലിയാക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് മാറാം. മറ്റേ എല്ലാം കൂടി ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവും. അത് ഭയങ്കര എന്ത് സംഭവം വെച്ചാല് നമ്മളിപ്പോ കടയിലേക്ക് ഇപ്പൊ ഇന്ന് മുതൽ നമ്മൾ ചെയ്യല് തുടങ്ങുകയാണെന്ന് വെച്ചാല് ഞാൻ സാധാരണ ഇപ്പൊ ഇങ്ങനെ ചെയ്യലില്ല, എഴുതി വെക്കലാണ്, ബുക്കിൽ എഴുതി വെക്കലാണ്. പക്ഷെ ഇങ്ങനെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോ സ്പെയറിന്റെ കടകൾക്ക് തന്നെ ഒരു 5-6 കടകൾക്ക് പൈസ കൊടുക്കാണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ അത് വേറെ വരും. പിന്നെ സ്പെയറിന് നമ്മൾ കൊടുക്കാനുള്ളേക്ക് ഡെയിലി പോലും വരുമ്പോ അങ്ങനെ പൈസ കൊടുക്കുക ചെയ്യുക. അപ്പൊ അതൊന്നും ശരിക്ക് ഒരു കണക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടൂല. അതായത് ഞാൻ അതിന് പറഞ്ഞത്. വേറെ മാർഗമുണ്ട്. അത് നിങ്ങൾ ഈ മാർഗം യൂസ് ചെയ്താൽ മതി. അതിന് നിങ്ങൾ എക്സൽ ഉപയോഗിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ എക്സലിനെക്കാൾ നല്ലത് നിങ്ങൾക്ക് മാനുവലി ഇതേപോലത്തെ ഒരു ബുക്ക് ഉണ്ടാക്കാൻ നന്നാവുക. ഒരു ലെഡ്ജർ ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി. ഇതേപോലെ ഇതിൽ മൈനസ് ആയിട്ടുള്ളതിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഇതിൽ കണ്ട ഇതിപ്പോ സ്കൈഫോൺ എന്നുള്ളതിന്റെ പർച്ചേസ് ആണ്. ഇപ്പൊ സ്കൈഫോൺ എന്നുള്ള പർച്ചേസ് ഇവിടെ ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിലിപ്പോ ഓരോ ഡേറ്റ് 23/2 പർച്ചേസ് 800. അപ്പോൾ ഓലെ ബാലൻസ് ഇവിടെ എഴുതി വെക്കുക. ഉണ്ടായോ? ഓലെ ബാലൻസ് 23,625 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ഇന്നൊരു പർച്ചേസ് ചെയ്യുമ്പോൾ ആ പൈസ ഇവിടെ എഴുതും. ഒരു 600 ആണെങ്കിൽ അത് കൂട്ടിയിട്ട് ഇവിടെ എഴുതും. ഓൾക്ക് പൈസ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ കോളത്തിൽ എഴുതും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, മൈനസ് ആക്കിയിട്ട് ഇവിടെ എഴുതും. ഇനി എന്തെങ്കിലും റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ ആ എമൗണ്ട് ഇവിടെ എഴുതും. എന്നിട്ട് അത് ഇവിടെ മൈനസ് ആക്കി എഴുതും. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഇവിടെ എത്ര ഇപ്പൊ ഒറ്റയടിക്ക് ഇവിടെ എത്ര കൊടുക്കാണ്ട് എമൗണ്ട് ഇവിടെ കിട്ടണ്ട. സ്കൈഫോണിന് 23,125 കൊടുക്കാണ്ട്. ഇനി GX എടുക്കുകയാണെങ്കിൽ നമ്മളെടുത്തുണ്ടാവൂല്ലേ? ഇത് നമ്മളടുത്ത് ഉണ്ടാവും. എന്നിട്ട് ഇത് ഓരോട് മാസം ലെഡ്ജർ ചോദിക്കുന്ന സമയത്ത് ആ ലെഡ്ജറിന് കിട്ടിയിട്ട് ഇതിന്റെ മാച്ച് ചെയ്യുമ്പോൾ സെയിം ആണ്. സെയിം ആവണം. ഈ സാധനം പിന്നെ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയറിലും കയറുന്നുണ്ട്. കാരണം അക്കൗണ്ടന്റ് ചിലപ്പം ചില ലീവ് ഒക്കെ ആവുന്ന സമയത്ത് വേറെ സ്റ്റാഫ് ആവുന്ന സമയത്ത് ഓൾക്ക് അതിലടിച്ച് കയറ്റാൻ പറ്റൂല. അപ്പൊ ഇവിടെ അത് നമ്മൾ മാനുവലി കീപ്പ് ചെയ്യുന്നതാണ്. കാരണം ടെക്നീഷ്യന്മാരല്ലേ പർച്ചേസ് ചെയ്തതിലും കൊണ്ടുവരലൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് ഇതേപോലെ ഇവിടെ എന്ത് ചെയ്യണം, നമ്മളെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ കയറുന്നുണ്ട്. അപ്പൊ ഇതിലും ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇവിടെ സെയിം ആയിരിക്കും. അപ്പൊ ഇത് ഇങ്ങനെ മാനുവലി ഇത് വെക്കാൻ കാരണം ചിലപ്പോൾ ചില സമയത്ത് നിങ്ങളില്ലാത്ത സമയത്ത് ആരാ പോവാ, നിങ്ങളെ സ്റ്റാഫ് പണിക്കാരൻ പോവാ. അപ്പൊ സ്റ്റാഫിനോട് അതിൽ എഴുതി വെക്കാൻ പറഞ്ഞാൽ മതി വാങ്ങിയ സാധനങ്ങളൊക്കെ. എന്നാൽ പിന്നെ അതും ഒരു മറിച്ച് നോക്കുമ്പോൾ തന്നെ GX എത്ര കൊടുക്കാണ്ടെന്നുള്ളൊക്കെ അതിൽ കിട്ടും. ആദ്യം നിങ്ങൾ അത് അങ്ങനെ ചെയ്യുക. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പോയിട്ട് ഈ സാധനങ്ങൾ മാത്രം ചെയ്തിട്ട് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ നോക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും വാട്സപ്പ് ചെയ്യുന്നുണ്ട് നമ്മളെ ഗ്രൂപ്പില്. അത് ഷീറ്റ് ഞാൻ അയച്ചുതരാം. ഓക്കെ, അല്ല ബുക്കത്തെ പേജിന്റെ കൂടി ഒന്ന് അയച്ചു തരും. അതും കൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് പൈസ കൊടുക്കുകയും ചെയ്യും, ഈ സാധനം റിട്ടേൺ കൊടുക്കുകയും ചെയ്യും. പക്ഷെ അവര് ചിലപ്പോ 2 ദിവസം കൊടുക്കാൻ മറന്നിക്കണോ ഇല്ലേ, അല്ലെങ്കിൽ ചില കടകളിൽ ചില കടയിൽ പറഞ്ഞാല് ലൈനിൽ കൂടെ വരുന്ന ആള് അവന് ലൈനിൽ കൂടെ വരാൻ മാത്രം നിൽക്കുന്ന ആൾക്കാരൊക്കെ അവർക്ക് ബില്ലിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓല അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് കുറച്ചിക്കണോ ഇല്ലേന്ന് അറിയൂല. നമ്മള് കുറച്ചിക്കണോന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മളെ കയ്യില് അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ പൈസ പോയിട്ടുണ്ടാവും. അത് നിങ്ങൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡാറ്റ നിങ്ങൾ ഉണ്ടാക്കാത്തതുകൊണ്ടാണ്. ഒരു മാസം എത്ര ഡാമേജ് വരുന്നുണ്ട്, ഒരു ഡിസ്പ്ലേ അതിൽ എക്സ്പെൻസ് ഉണ്ടല്ലോ. അപ്പൊ ആ കോളത്തിൽ എക്സ്പെൻസ് ഉള്ളിടത്ത് ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് അന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഒരു ഡിസ്പ്ലേ വാങ്ങിക്കൊടുന്നു, ഡിസ്പ്ലേ ഡാമേജ് ആയി, ടച്ച് വർക്ക് ആവണില്ല, കസ്റ്റമർ കൊടുന്ന് ചൊറായി. കാരണം ഡാമേജ് ആയി കഴിഞ്ഞാൽ റിട്ടേൺ പോകില്ല എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എക്സ്പെൻസ് എന്നുള്ള കോളത്തിൽ എഴുതണം. മനസ്സിലായോ? നമ്മളിപ്പോൾ ഡാമേജ് എന്നുള്ള 3,500 അപ്രോക്സിമേറ്റ്ലി ഇട്ടതാണെങ്കിൽ കൂടിയിട്ടും ആ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ഡിസ്പ്ലേ മാറി കൊടുത്തില്ലെങ്കിൽ ബോർഡ് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഡാമേജ് എത്രയാണോ ഡാമേജ് സംഭവിച്ച എമൗണ്ട് അതിൽ എക്സ്പെൻസ് ഉള്ള കോളത്തിൽ എഴുതണം. അപ്പൊ എന്താവും, നമ്മൾ ഈ പറയുമ്പോൾ 2,283 ഉള്ളിടത്ത് എന്ത് ചെയ്യും, അന്നത്തെ എക്സ്പെൻസും കൂടി കൂടും. അപ്പൊ അത് അത്രയും നമ്മൾ ഹാർഡ് വർക്ക് നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 10 റുപ്യാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു 100 റുപ്യ ഒരു ദിവസം നഷ്ടം പറ്റി കഴിഞ്ഞാൽ അത് 30 ദിവസത്തേക്ക് അത് 3,000 ആവും. പക്ഷെ അത് ഒരു 12 മാസത്തേക്ക് 12 × 3,000 ആയി. 10 30 36,000 ഒരു വർഷത്തേക്ക് ചെലവാ. അപ്പൊ നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ഡാമേജ് വരുന്ന കാര്യങ്ങൾ, ടൂൾസ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, വിക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളിലൊക്കെ നിയന്ത്രണങ്ങൾ നിങ്ങൾ വരുത്തണം എന്നർത്ഥം.
പ്രത്യേകിച്ച് ട്രെയിൻ സ്റ്റാഫൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റാഫുകളിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് അലോഡ് ചെയ്ത വിക്ക് കാര്യങ്ങൾ മാത്രം കൊടുക്കുക. അതേപോലെ തന്നെ ഉള്ള മെയിൻ പ്രശ്നമാണ് ഈ സർജിക്കൽ ബ്ലേഡ്. ഈ സർജിക്കൽ ബ്ലേഡ് ഒരു ദിവസം എനിക്ക് തോന്നുന്നത് ഒരു സ്ഥാപനത്തിൽ ഒരു 10 ചിലപ്പോൾ എടുക്കുന്നുണ്ടാവും. കാരണം ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കാണൂല. പിന്നെ എന്ത് ചെയ്യും, അടുത്തെടുക്കും. പിന്നെ ഉണ്ടാവും ഇതവിടെ അപ്പുറത്ത് കിടക്കണേ. ഇതിവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ. എന്നിട്ട് പിന്നെ കൺട്രോൾ വരുത്തിയിരുന്നു. പിന്നെ അത് പിന്നെ അയക്കാണ്ട് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഫണ്ട് ഓഫീസ് എടുക്കണം എന്ന റൂൾസ്. കാരണം ഇത് ഒരു ദിവസം 10 എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ കോസ്റ്റ് 20 റുപ്യാണ്. 2 റുപ്യാണ് ഒന്നിന് വരും, 3 റുപ്യ വരുന്നുണ്ട്. 30 റുപ്യ എങ്ങനെ ആയില്ലേ? അപ്പൊ ഒരു ബിസിനസ് ലാഭത്തിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് കുറക്കുക എന്നുള്ളത് മാത്രമാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. എന്നാൽ മറ്റേത് എക്സ്പെൻസും കൂടുതലാണ് ലാഭം കൂടുതലാന്ന് പറഞ്ഞാൽ അത് ടാലി ആവുള്ളൂ. നമുക്കൊന്നും ഇങ്ങനെ മാറ്റി വെക്കാൻ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? ക്ലിയർ ആവണ്ട? ഉപേദിക്ക ക്ലിയർ ആവണ്ട? ഒരുപാട് കടകൾ ക്ലോസ് ആയി പോകുന്ന ഇതെല്ലാം കാരണം. ഞാനിപ്പോ വന്നിട്ടുള്ളൂ. അതായത് നമ്മൾ കരുതും അതൊരു 100 റുപ്യ അല്ലേ എന്നുള്ളത്. പക്ഷെ 100 പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ 100 ആയി കഴിഞ്ഞാൽ അത് എത്രയായി? 10,000 ആയില്ലേ? നമ്മൾ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലങ്ങളോളം നമുക്ക് റൺ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഓരോ കാര്യം, ഒരു സർജിക്കൽ ബ്ലേഡ് വരെ യൂസ് ചെയ്യുന്നതിൽ, നമുക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ മാനുഫാക്ചർ കമ്പനിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കേഴ്സിന് ഒരു ടേബിളോ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതേപോലത്തെ ഷെൽഫാണ് ഉണ്ടാക്കാൻ കൊടുക്കണത് എന്നുണ്ടെങ്കിൽ, ആ ഷെൽഫിന്റെ ഓൾറെഡി 3D ഗ്രാഫിക്സ് അതിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് എത്ര സ്ക്രൂ വേണം എന്നുള്ളത് പോലെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി നോക്കുന്നുണ്ടാവും. എന്നിട്ട് ആ സ്റ്റാഫിന് എന്താ ചെയ്യുക, ആ ഒരു സ്ക്രൂ ഉണ്ടല്ലോ, ഒരു 10 സ്ക്രൂ മാത്രമേ സ്റ്റാഫിന് അലോഡ് ചെയ്യുള്ളൂ. ആ 10 അലോഡ് ചെയ്തിട്ട് 11ാമത്തെ ഒന്നിന് വന്നു കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കും, എന്താ 10 അലോഡ് ചെയ്തില്ല, ഒന്ന് ഓടിയെന്ന് ചോദിക്കും. ഒന്ന് മിസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് ഓൻ്റെ സാലറിക്ക് വരും. ഞാൻ അതല്ല ഡാമേജ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ് ആയ സാധനം ഓടിയെന്നുള്ളത് അവർക്ക് റിട്ടേൺ കൊടുത്തിട്ട് മറ്റൊന്നും അങ്ങോട്ട് കൊടുക്കുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ട? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതിന് ചിലപ്പോൾ ആ ഒരു സ്ക്രൂ ചിലപ്പോൾ 10 പൈസ 30 പൈസ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു കമ്പനിയിൽ അത്രയും ടേൺ ഓവർ, കോടിക്കണക്കിന് ടേൺ ഓവർ വരുന്ന ഒരു കമ്പനിയിൽ ഒരു സ്റ്റാഫ് ഒരു ദിവസം അങ്ങനത്തെ 10 സ്ക്രൂ കളഞ്ഞാൽ, അങ്ങനെ ഒരു 50 സ്റ്റാഫ് ഉണ്ടെങ്കിൽ 50 × 10 എത്രയായി? 500 സ്ക്രൂറായി. അതൊരു കൊല്ലത്തെ കൂട്ടുന്ന സമയത്ത് ഒരു വലിയ എമൗണ്ട് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയ ബിസിനസ് ആണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ എക്സ്പെൻസുകൾ നമ്മൾ നോക്കൽ വളരെ കുറവാണ്. അത് ഇലക്ട്രിസിറ്റി ബില്ല് യൂസ് ചെയ്യുന്ന കേസിലാണെന്നുണ്ടെങ്കിലും, AC ഉപയോഗിക്കുന്ന കേസിലാണെന്നുണ്ടെങ്കിലും, സർജിക്കൽ ബ്ലേഡ് ആണെന്നുണ്ടെങ്കിലും, വിക്ക് ആണെന്നുണ്ടെങ്കിൽ, കൺസ്യൂമർ ഐറ്റംസ് ഉപയോഗിക്കുന്ന കേസിൽ നല്ല നമ്മൾ ശ്രദ്ധിക്കണം. ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. റെന്റ്, സാലറി, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ കേസ്, കമ്മീഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ലീവ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അപ്രോക്സിമേറ്റ്ലി വരുന്ന 1 ഡേ സാലറി കട്ട് ചെയ്യലും നിർബന്ധമാണ്. 10 മണിക്ക് വരുന്ന സ്റ്റാഫ് 11 മണിക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ അരമണിക്കൂറിന്റെ അല്ലെങ്കിൽ ആ 1 മണിക്കൂറിന്റെ സാലറി നമ്മൾ കട്ട് ചെയ്യൽ നിർബന്ധമാണ്. അത് ചെയ്യാത്ത എത്ര ആൾക്കാരുണ്ട്? വല്ലാത്തൊരു പ്രശ്നം അതാണ് എനിക്ക് പ്രതിസന്ധി. അത് അതിനൊരു ഡാറ്റയും കൂടി ഞങ്ങൾക്ക് തരാം. അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു മാസം എങ്ങനെയെങ്കിലും ഒരു മാസം സാറേ ഓരെ കൊണ്ട് ഒപ്പിടിച്ച് നോക്കിയേ, അതൊന്നും നടക്കൂല. അങ്ങനല്ല, ആ ഒപ്പിടലൊന്നും നടക്കൂല. അത് നടക്കണമെന്നുണ്ടെങ്കിൽ സാലറിക്ക് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് സ്റ്റാഫുകൾ ഉണ്ടാവും. ഒന്ന് സാലറി, ഒന്നേപോലെ തന്നെ കമ്മീഷന്. ഈ കമ്മീഷനിൽ വർക്ക് ചെയ്യുന്ന പൊതുവെ ആൾക്കാർ, ടെക്നീഷ്യൻക്കുള്ള ഒരു പൊതുവേ ഉള്ള ഒരു ധാരണയാണ്, ഞാൻ 40% കമ്മീഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ ഇതിൽ മൈൻഡിൽ ഉണ്ടാവില്ല എന്താണ്, അതിപ്പോ ഞാൻ രാത്രി വന്നിട്ട് എടുത്താലും ഒരു ഐഫോൺ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ 1000 റുപ്യ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ 40% ആയിട്ടുള്ള 400 റുപ്യക്ക് കിട്ടല്ലോ എന്നുള്ള ഉണ്ടാവും. ഞാൻ എന്തിനാ വെറുതെ രാവിലെ തന്നെ 9:30 തന്നെ പോണെന്നുള്ളതുണ്ടാവുക. അത് പല മലയാളിമാരും അങ്ങനെ ആവുന്ന സമയത്ത് അത് റോങ് ഡിസിഷൻ ആണ് ഈ ഒരു സംഗതി. എന്ത് ചെയ്യണം? 40% കമ്മീഷനൊക്കെ തരും. പക്ഷെ എന്താണ്, രാവിലെ 9:00 കടയിൽ എത്തണം, രാത്രി 8 മണിക്ക് പോകാൻ പറ്റുള്ളൂ. ഓവർ ടൈം എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ രാവിലെ 9:00 എത്തണം. അത് ഒരു കടന്റെ കൾച്ചറാണ് 9:00 എത്തുക എന്നുള്ളത്. ഇനി അത് 10 മണിക്ക് ആയി കഴിഞ്ഞാൽ 1 2 ദിവസം 3 ദിവസം എത്തിച്ചിട്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ അത് സ്ഥിരമാക്കുന്ന ആളുകളുണ്ടാവും. അത് ബൈക്ക് കംപ്ലൈന്റ് ആയി, പെങ്ങളെ മോളെ ആണ്ട് കൊണ്ടാക്കാണ്ടായിരുന്നു, അതൊന്നുമില്ല. അത് കറക്റ്റ് 9:30 9:30 ഇവിടെ എത്തണം. അത് 10 മണിക്കാണ് എത്തണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? 40% ആണെന്നുണ്ടെങ്കിലും ഒരു ആവറേജ് ഒരു സാലറി ഉണ്ടാവുമല്ലോ. 40% പോലെ മന്ത്ലി വാങ്ങുന്നത് ഒരു 50,000 ആണെങ്കിൽ 50 ഹരിക്കണം
30 അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1000 1300 ഉറുപ്പിയോളം പെർ ഡേ ഉണ്ടാവും. അപ്പൊ പെർ ഡേ 1300 ഓന് എന്നും അരമണിക്കൂർ നേരം വെക്കുകയാണെങ്കിൽ 100 രൂപ കട്ട് ചെയ്താളെ. ഉച്ച വരെയാണ് ലീവ് ആക്കണമെന്നുണ്ടെങ്കിൽ പെർ ഡേ 1300 500 രൂപ 600 രൂപ കട്ട് ചെയ്താളെ ഒരു ദിവസം. അപ്പൊ അങ്ങനെ കട്ട് ചെയ്താല് ഒരു മാസം ഓനക്ക് സാലറി ഇനത്തിൽ ഓനക്ക് 40% എന്ന് പറഞ്ഞാൽ 40,000 ഉണ്ടെന്ന് വിചാരിക്കുക. 1 ലക്ഷം റുപ്യ ഉണ്ടാക്കി 40,000 ഉണ്ട് എങ്കിൽ ഇതേപോലെ അരമണിക്കൂർ 1 മണിക്കൂർ ഹാഫ് ഡേ ഒക്കെ ആയിട്ട് നമ്മൾ കട്ടാക്കിയ എമൗണ്ട് ഒരു ഏകദേശം ഒരു 10,000 ഉണ്ടാവും. 10,000 ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 40,000 10,000 കുറച്ചിട്ട് കൊടുത്താൽ മതി. 30,000 കൊടുത്താൽ അതെന്ത് 30,000 40,000 കട ആവുമ്പോൾ 9,000 വരണം പോണം. അത് തോന്നുമ്പോൾ വരാകുമ്പോൾ നമുക്ക് നടക്കൂല എന്ന് തന്നെ പറഞ്ഞാൽ മതി. വടകര മുഹമ്മദ് വടകര മനസ്സിലാവുണ്ടോ? ഓ സാറേ കേട്ടില്ല. അങ്ങനെ തന്നെ ചെയ്യണം. പെർസെന്റേജ് ആണ്. സാലറി കൊടുക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ച് ഇതാക്കിയാൽ പോരെ. ബേസിക് സാലറി ആണെങ്കിൽ 15,000 ആണ്. അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അതായത് കിട്ടുന്ന സാലറിന്ന് പൈസ അങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓൻ എന്ത് ചെയ്യൂല, ലീവ് ആക്കാൻ നിൽക്കൂല. പേഴ്സൻറ്റേജ് നമുക്ക് വേറെ ആളെ കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നമുക്ക് എല്ലാ പണിയും അറിയുന്നുണ്ടെങ്കിൽ ഓന് വർക്ക് എടുക്കുന്ന പൊയ്ക്കോന്ന് പറയാം. കാരണം നമ്മൾ കുറച്ചൊരു നേരത്തെ വന്നിട്ട് എടുത്താൽ മതിയല്ലോ, അത്രയല്ലേ ഉള്ളൂ. നമ്മളെ മേലെ ഒരു ടെക്നീഷ്യന്മാരും ഒരു ആളുണ്ടാവും. നമ്മളൊരു ഇതാണ് എന്നുണ്ടെങ്കിൽ ഒരു മെയിൻ ആയിട്ട് ഓണർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ മേലേക്ക് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർ ഉണ്ടാവും. പക്ഷെ നമ്മൾ പറയുന്നതാണ് അവിടെ തീരുമാനം, നമ്മളാണ് അവിടുത്തെ ഓണർ. ഈ ടെക്നീഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ മുതലാളിമാരായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ മാതിരി വർക്ക് കൂട്ടാനുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും. വർക്ക് കൂട്ടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെങ്കിൽ മുതലാളി സംസാരിച്ചിട്ട് വർക്ക് കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകം കൂട്ടാൻ പറ്റും. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാം, മുതലാളി തൊഴിലാളി എന്നല്ല. ഇത് പൊതുവേ നമ്മളെ ബുദ്ധിമുട്ട്, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു സർവീസ് സെന്റർ നടത്തുമ്പോൾ ബുദ്ധിമുട്ട് ടെക്നീഷ്യന്മാർക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല. ടെക്നീഷ്യന്മാർക്ക് നടത്തുന്ന ടെക്നീഷ്യന്മാർക്കായിരിക്കും ഇതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. അതായത് റണ്ണിങ് എക്സ്പെൻസ്, സാലറി ഇതൊക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ നമുക്കൊന്നും ബാക്കിയൊക്കെ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് പോണ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇനത്തിലൊക്കെ ഒരുപാട് പൈസ പോകുന്നുണ്ടാവും. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. 40% ആണെങ്കിലും ലീവ് ആക്കി കഴിഞ്ഞാൽ സാലറി എന്ത് ചെയ്യണം, ആ 40% പോകണം. മറ്റേതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓല് തോന്നും വന്ന് ഓല് പണിയെടുത്ത് പോകും. അങ്ങനെ തോന്നുമ്പോൾ പണിയെടുത്ത് പോകാനല്ല നമ്മൾ എന്ത് ചെയ്ത് കട തുറന്ന് ഇരിക്കണത്. അപ്പൊ നിങ്ങളെ സ്റ്റാഫിനോട് നിങ്ങൾ പറയാം എന്ത്, സമയം ആ സമയത്ത് എത്തണം. ഒന്ന് നിങ്ങൾക്ക് പഞ്ച് മെഷീൻ വെക്കാം, പഞ്ച് മെഷീൻ വെച്ചിട്ട് മന്ത്ലി അത് നിങ്ങൾക്ക് നോക്കി നോക്കാം. പിന്നെ അത്ര വലിയ പ്രശ്നമില്ലാത്ത ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഒരു മാനുവലി ഒരു നോട്ട് ചെയ്തിട്ട്, പക്ഷെ അത്രയും മൈന്യൂട്ടായിട്ട് അവരെ കൊണ്ട് പണി എടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് മോണിറ്റർ ചെയ്യുന്ന വേണം. അത് മോണിറ്റർ ചെയ്താൽ മാത്രം, നിങ്ങളറിയല്ലോ ഈ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ പോയി കഴിഞ്ഞാൽ ഒരു 100 രൂപ കട്ട് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വരും. ആ 100 രൂപ കട്ട് ചെയ്യുക, നിങ്ങൾ അരമണിക്കൂർ നേരം വെക്കണേ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം 3,000 രൂപ ലാഭം എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും. പിന്നെ ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പോകുന്ന കേസാണ്. ഓവർ ടൈറ്റ് ആക്കാനും പറ്റൂല. എന്നാൽ നല്ല തൊലിമുള്ള സ്റ്റാഫുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടൈറ്റ് ആക്കും വേണം. ഓക്കെ, ക്ലിയർ ആയോ? അതെ അതെ. അപ്പോൾ അത് നോക്കാം. വാപ്കാക്കി പ്രശ്നം ഉണ്ടാ, സ്റ്റാഫിന്റെ പ്രശ്നം ഉണ്ടാ? ഇല്ല, സ്റ്റാഫിന്റെ പ്രശ്നമൊന്നുമില്ല. സ്റ്റാഫൊക്കെ നമുക്ക് ഫുള്ള് പക്കയാണ്. കാര്യങ്ങള് എന്താണ് ഓരോരുത്തർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ റിസ്ക് ഇല്ല. പിന്നെ അതേപോലെ തന്നെ സ്റ്റാഫുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ ഡ്യൂട്ടി അവർക്ക് ആദ്യം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എന്തൊക്കെ ഡ്യൂട്ടി ആരൊക്കെ ചെയ്യണം എന്നുള്ളത്. അതിനിപ്പോ മറ്റേത് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതായത് ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ ഒരു സ്റ്റാഫ് ഉണ്ട്, ആ സ്റ്റാഫ് ചെയ്യുന്ന ഡ്യൂട്ടി എന്തൊക്കെയെന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ഹയർ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കൊടുക്കുക, ഞാൻ എന്തൊക്കെ ഡ്യൂട്ടി ചെയ്യണം. മറ്റേത് അവിടെ ഒരു ടെക്നീഷ്യൻ ആയിട്ട് ഇരുന്നോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനിപ്പോൾ എല്ലാ പണി എടുക്കേണ്ട ആവശ്യമില്ല. ഓനക്ക് എന്തൊക്കെ പണി, ആ ടേബിളുമ്മക്ക് വരുന്ന വർക്കാണോ ചെയ്യേണ്ടത്, അതല്ല ഔട്ട്സൈഡ് സർവീസ് ആണോ ചെയ്യേണ്ടത്, എന്താന്നുള്ള ഡ്യൂട്ടി അവനക്ക് എന്ത് ചെയ്യുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിന്റെ അപ്പുറത്തേക്ക് ഇവിടുന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തുകാണ്ട് അങ്ങോട്ട് വെക്കണം എന്നൊന്നില്ല, നിർബന്ധമില്ല. അത് എടുത്തു വെക്കാൻ വേറെ ആളുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ ഇവിടെ ഒരാളുണ്ടാവും. അപ്പൊ ഇവൻ വരുന്ന ടെക്നീഷ്യൻ എന്ത് ചെയ്യേണ്ട, ഗ്ലാസ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്ലാസ് ക്ലീൻ ചെയ്യാനുള്ള ആളോട് നമ്മൾ ചോദ്യം ചോദിച്ചാൽ മതി. അപ്പൊ ഇവനോട് എന്താ ഗ്ലാസ് ക്ലീൻ ചെയ്യാത്തെന്ന് ഓന് ചോദിച്ച് ചൂടായിട്ട് കാര്യമാണ്, കാരണം ഓനക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പൊ ആരൊക്കെ എന്തൊക്കെ വർക്ക് ചെയ്യണം, അക്കൗണ്ട്സ് ആര് നോക്കണം, കണക്ക് ആർക്ക് ബോധിപ്പിക്കണം, ബസ്സിന് ആര് പോകണം, പർച്ചേസ് വന്നു കഴിഞ്ഞാൽ അത് ആര് എൻട്രി ചെയ്യണം, അല്ലെങ്കിൽ കട ആദ്യം തുറക്കണം, രാവിലെ വന്ന് ലീവായി കഴിഞ്ഞാൽ അടുത്ത ആര് തുറക്കണം എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ടെക്നീഷ്യന്മാർക്ക് ആ പണി മാത്രം എടുത്താൽ മതി. എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് ആരെ കൊണ്ടാണ് അവരോട് ചോദിച്ചാലും മതി. മറ്റേത് മൊത്തത്തിൽ ചോദിച്ചാൽ അത് ഞാനല്ല അത് ഓനാണെന്നുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഇന്ന് പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക നോക്കിയിട്ട് ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ബിസിനസ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. വെറും സർവീസോ
ടെക്നീഷ്യനെ മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 10 സെറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 500 റുപ്യ വെച്ചിട്ട് 5000 റുപ്യ കിട്ടുമെന്ന് ധാരണ ഉണ്ടാവും. കയ്യിൽ കുറേ പൈസ ഉണ്ടാവും. പക്ഷേ ഈ പൈസ നമ്മുടേതാണോ അതോ സ്പെയർ ഷോപ്പേതാണോ എന്ന് അറിയാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് അറിയണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡാറ്റ മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കുക. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വളരെ നിർബന്ധമാണ്. അത് ഇല്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടാവില്ല. നമുക്ക് നല്ല ലാവിഷായിട്ട് നടക്കാൻ തോന്നും. പക്ഷേ പൈസ നമ്മളതാവില്ല. നമ്മുടെ ലെഡ്ജറിൽ പൈസ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ സ്കൈ ഇത് പറഞ്ഞ മാതിരി ഈ 22,000 എന്നുള്ളത് 16,000 എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും? അത് 30,000, 40,000, 50,000 ആയിട്ടുണ്ടാവും. നമ്മളെ കുറിയും കാര്യങ്ങളൊക്കെ അടഞ്ഞു പോകുന്നുണ്ടാവും. നമ്മൾ കരുതുന്നത് നല്ല കച്ചവടമാണെന്നുള്ളത്. പക്ഷേ മന്ത്ലി ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്പെയർ ഷോപ്പൊക്കെ പാടി ചിലപ്പോൾ 1.5 ലക്ഷം റുപ്യ കൊടുക്കാനും ഉണ്ടാവും. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ത് ചെയ്യുക? നോക്കുക. അതേപോലെ തന്നെ നിങ്ങളെ പേഴ്സണൽ എക്സ്പെൻസ് എത്ര ഉണ്ട് എന്നുള്ളതും ഷോപ്പിൽ നിന്ന് നിങ്ങളൊരു സാലറിയുടെ ആയിട്ട് ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാനും നോക്കുക. അല്ലാതെ കിട്ടുന്ന പൈസ മൊത്തം എടുത്ത് പോകരുത്. ഒരു 50,000 ആണെങ്കിൽ 50,000, 30,000 മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ ഷോപ്പിൽ നിന്ന് നിങ്ങൾ മന്ത്ലി എന്ത് ചെയ്യുക? നിങ്ങളെ പേഴ്സിലേക്ക് വെക്കുക. കടിയത്തെ പൈസ നിങ്ങളെ പേഴ്സിൽ വെക്കാൻ ശ്രമിക്കരുത്. കാരണം പേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? കടിയത്ത് ഇങ്ങനെ എടുത്തുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ പോണ സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും? എന്തെങ്കിലും സാധനമൊക്കെ റാക്കിൽ കാണുമ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ വാങ്ങാനുള്ള ടെൻഡൻസി തോന്നും. നിങ്ങളത് ആവശ്യമുള്ള സാലറി എത്രയാണോ അത് മാത്രം എന്ത് ചെയ്യുക? നിങ്ങളെ ഇതിൽ വെക്കുക. പിന്നെ എന്ത് ചെയ്യുക? ക്യാഷ് ആയിട്ട് തന്നെ പൈസ എടുത്ത് കൊടുക്കാനും ശ്രമിക്കുക. എന്നാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ പേഴ്സണൽ എക്സ്പെൻസിന്റെ ചെലവ് കുറക്കാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനെ കൂടുതൽ പേഴ്സണൽ എക്സ്പെൻസ് എന്ത് ചെയ്യുക? ഒരു ലിമിറ്റിൽ കൊണ്ടുപോകാൻ നോക്കുക. ഓക്കെ? സാറിന് കറണ്ട് അക്കൗണ്ട് ഉണ്ടോ ഷോപ്പിന്? എങ്ങനെ? കറണ്ട് അക്കൗണ്ട് ഉണ്ടോ ഷോപ്പിന്? ഉണ്ട്. ഓക്കെ. കറണ്ട് അക്കൗണ്ട് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഗൂഗിൾ പേ ആയിട്ട് വേറെ പേഴ്സണൽ അക്കൗണ്ട്, അത് വേറെ നമ്പറിൽ എടുത്തതാണ്. കറണ്ട് അക്കൗണ്ട് ടാക്സ് അടക്കൽ നിർബന്ധമാണ്. GST ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പൈസ ഒക്കെ വരുന്നത് GST ആയതുകൊണ്ട് GST ഫയൽ ചെയ്യണം. പിന്നെ സെയിൽസ് ചെറിയ രീതിയിൽ ഉണ്ടായതുകൊണ്ട് അതിനും GST വരുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുണ്ട് GST ഇല്ലാണ്ട്. GST ഇല്ലാതല്ല. ഓക്കെ. നമുക്ക് പിന്നെ എമൗണ്ട് വരുന്നതല്ല. അപ്പൊ പിന്നെ GST ഇല്ലാതെ നടക്കൂലല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ പേഴ്സണൽ എക്സ്പെൻസ് ആണെങ്കിലും ബിസിനസിന് എക്സ്പെൻസ് ആണെങ്കിലും അത് മനഃപൂർവ്വം മോണിറ്റർ ചെയ്തിട്ട് തന്നെ പോവാൻ ശ്രമിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സാറേ ഒരു ദിവസം ഞാൻ ആക്കിക്ക്, അതായത് ആ ഒരു റിട്ടേൺ ഡേ എന്ന് പറഞ്ഞിട്ടൊരു ദിവസം കടയിലുള്ള സാധനം തീർത്ത് എന്തെല്ലാം റിട്ടേൺ അടിക്കാണ്ട്, ചാർജർ, ഡിസ്പ്ലേ, എല്ലാ സാധനം എല്ലാം ഒപ്പം റിട്ടേൺ അടിക്കും. അപ്പൊ എല്ലാരോടും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോളൂ. സാധനം എല്ലാം തപ്പിട്ട് എടുത്തോളൂ. ഇത് റിട്ടേൺ അടിക്കാം. അതൊക്കെ അത് ഈ റിട്ടേൺ ഒക്കെ വരുന്ന സമയത്തൊക്കെ സെപ്പറേറ്റ് ബോക്സോ കാര്യങ്ങളൊക്കെ ആക്കി വെച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ IC ഒക്കെ ഉപയോഗിക്കുന്ന ടെക്നീഷ്യന്മാർ കൊടുക്കുന്ന സമയത്തൊക്കെ നല്ല ശ്രദ്ധിക്കണം. IC എടുത്തത് അവർ യൂസ് ചെയ്തിട്ടുണ്ടോ, അതോ യൂസ് ചെയ്താതെ റീബോൾ ചെയ്യുന്ന മടിക്ക് ചിലപ്പം ടേബിളിന് മേലൊക്കെ വെച്ചിട്ടുണ്ടാവും. ഒരു ദിവസം ഒരു IC ടേബിളിന് മേലെ വെച്ച് മറന്നു പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് ആയി പോകും. അങ്ങനെ 30 ദിവസത്തേക്ക് 30x300 കൂട്ടി ഒരു ദിവസം ഒരു IC വെച്ച് കഴിഞ്ഞാൽ 300 പോയി. 10 ദിവസം ആയി കഴിഞ്ഞാൽ എത്രയായി? 3000 ആയി. അങ്ങനെ ചിലപ്പോൾ ഒരു മാസത്തേക്ക് ഓരോ ദിവസവും ഓരോ IC ഒരു WTR ഒന്ന് റെഡി ആയി അവിടെ വെച്ച് പിന്നെ റിട്ടേൺ പാക്ക് ചെയ്യാൻ മറക്കാതെ പോയി കഴിഞ്ഞാൽ തന്നെ 10, 9,000, 16,000 ആ ഇനത്തിനും നഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്യൽ വളരെ നിർബന്ധമാണ് എന്നർത്ഥം. അതായത് ഏതെല്ലാം രീതിയിൽ പൈസ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ സർജിക്കൽ ബ്ലേഡ്, വിക്ക് കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള യൂസേജ് മൂലം അങ്ങനെ പൈസ പോകും. ഡാമേജിന്റെ കൂട്ടിൽ അങ്ങനെ പൈസ പോകും. അതായത് ഒരു ഡിസ്പ്ലേ ഡാമേജ് ആയി പോവുക, അങ്ങനത്തെ കേസിൽ പോകും. പിന്നെ ഇതേപോലെ IC എടുത്തിട്ട് പിന്നെ റീബോൾ ചെയ്ത് റിട്ടേൺ വെക്കാനുള്ള മടി കാരണം അങ്ങനെയും പേയ്മെന്റ് പോകും. അപ്പം അത്രയും കാര്യങ്ങൾ അത്ര റിസ്ക് ഉള്ളതാണ്. അപ്പോൾ ആ പൈസ പോണേ നമ്മൾ അറിയില്ല. അറിയാത്ത കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒരു മാസം ഇന്ന് മുതൽ ഇത് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒരു മാസം ഒന്ന് കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു പിക്ചർ കിട്ടും. എന്ത് കട ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുള്ളത്. ഓക്കെ? ഇനി ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിന് ആവശ്യമുണ്ടോ? ഇല്ല ഇത് കുഴപ്പമില്ല. ഇനി വേറെ എന്തെങ്കിലും? നമ്മൾ വർക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ, വർക്ക് കൂട്ടാനും വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അത് നമുക്ക് ഒരു ദിവസം, നമുക്ക് നാളത്തെ വേണമെങ്കിൽ ഒരു ദിവസം എടുക്കാം. വർക്ക് കൂട്ടാൻ നിങ്ങളെ നിലവിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാന്നുള്ളതും എത്ര സെറ്റ് വരുന്നുണ്ട്, പോകുന്നുണ്ട്, നിങ്ങളെ കസ്റ്റമർ എങ്ങനെ ടൈപ്പ് കസ്റ്റമർ ആണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ഏരിയക്ക് ഓരോരോ കസ്റ്റമർ കോമ്പറ്റീഷൻ ഉള്ള ഏരിയ ഉണ്ടാവും, കോമ്പറ്റീഷൻ ഇല്ലാത്ത ഏരിയ ഉണ്ടാവും. അപ്പോൾ പൊതുവേ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കസ്റ്റമറൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഷോപ്പൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ അധികം ആൾക്കാരും ചില ഏരിയയിലേക്ക് വരുന്നുള്ളൂ. സാധാരണയുള്ള ഷോപ്പിലേക്ക് അങ്ങനത്തെ കസ്റ്റമർ വരുള്ളൂ. അപ്പോൾ അതൊക്കെ ആ രീതിക്ക് ഷോപ്പിന് അറേഞ്ച്മെന്റും പിന്നെ നിങ്ങൾ മെയിനായിട്ട് അതൊന്നുമല്ല. മെയിനായിട്ട്
നമ്മളെ കസ്റ്റമർ ഡീലിങ്ങും ഗൂഗിളിൽ റിവ്യൂ ചെയ്യിപ്പിക്കാൻ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. വീഡിയോ ചെയ്യുക എന്നുള്ളതിനാണ് മെയിൻ. സോഷ്യൽ മീഡിയയിൽ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഇപ്പോൾ ഏകദേശം വർക്ക് വരുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ഇതുവരെ ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ ചെയ്ത എത്ര ആൾക്കാരുണ്ട്? ഞാൻ ചെയ്യലുണ്ട്. നിങ്ങൾ മുമ്പ് വീഡിയോ ചെയ്ത് ചെയ്യുമ്പോ എന്താ സംഭവിച്ചാൽ നമ്മള് ചെയ്യാത്ത ആൾക്കാർ ചെയ്യുമ്പോ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അത് ഫസ്റ്റ് ടൈമിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മളെ ഒന്നാമത്തെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ലാഗല്ലേ ആയിരുന്നില്ല, ഇപ്പൊ കുറച്ച് ഫാസ്റ്റ് ആയില്ലേ. അത് ചെയ്ത് എക്സ്പീരിയൻസ് ആവേണ്ട കാര്യം ചെയ്തിട്ട് തന്നെ എക്സ്പീരിയൻസ് ആവണം. അതായത് നമ്മൾ ഒരു കാര്യം ഇങ്ങനെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പഠിപ്പിച്ച് വരുന്ന വെച്ചിട്ട് നമ്മൾ അതിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കാണുക. ഇപ്പം കയ്യിലും അത് ഒരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുക. അതിനെക്കാട്ടും വലിയ വൾഗറായിട്ടുള്ള വീഡിയോകൾ ആളുകൾ റീച്ച് ചെയ്യാൻ വേണ്ടി ഇടണില്ല. അത്ര ഒന്നും ഇല്ലല്ലോ ഇപ്പൊ ഇത്. നിങ്ങൾക്ക് നിങ്ങളെ മുഖം നിങ്ങളെ സൗണ്ട് കാണുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടാവും. അത് നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, കാണുന്ന ഞമ്മക്ക് അത് ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് ചെയ്തിട്ട് തന്നെ അത് ക്യാമറ കൊണ്ട് വെക്കുകയാണ് സംസാരിക്കാൻ. സംസാരിക്കുമ്പോൾ റെഡി ആവും. റെഡി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നും ചെയ്യുമ്പോൾ റെഡി ആവും. ആദ്യം ഒരു 10-500 വീഡിയോ എന്ത് ചെയ്യുക, ഇട്ടിട്ട് ഷൂട്ട് ചെയ്യാതിരിക്കുക. പിന്നെ ഒരു ദിവസം കണ്ണും ചിമ്പിയാണ്ട് ഷൂട്ട് ചെയ്യുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. വേറെ ആരൊക്കെ ചെയ്യണവരുള്ള വീഡിയോ? ക്ലാസ്സിൽ വന്നിട്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? മുമ്പ് ചെയ്യാത്ത ആരെങ്കിലും? മുഹമ്മദ് ഉണ്ടോ അല്ലേ വടകര? വേറൊരാൾ ഇപ്പം ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട്. ഓനിപ്പം പേരെന്താ ഓർമ്മയില്ല, അഭികാന്ത് ഇതൊരു പേരുള്ള സ്ഥിരമായിട്ട് ചെയ്യുന്ന കാണാം. ഞാൻ ചെയ്യാറുണ്ട്. വടകര ജയിൽ നിർത്തിയാ? ഇല്ലില്ല, ചെയ്യും. ചെയ്യുന്നുണ്ടല്ലേ? ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ വൈറലാവും. ഞാൻ പറയാൻ മനസ്സിലാവണ്ട? എന്റെ ഒരു വീഡിയോ കയറിപ്പോയായിരുന്നു. ഏതായിരുന്നു? ഒരു M31 ടച്ച് ഇഷ്യൂ വരുന്ന ഒരു ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതായത് വർക്ക് വന്നാ, എൻക്വയറി വന്നാ? എൻക്വയറി ഉണ്ടായിരുന്നു. ഒത്തിരി മെസ്സേജസ് എല്ലാം വന്നായിരുന്നു. അതിനിപ്പോ എന്താ ചെലവുണ്ടായിരുന്നത്? ഒരു ചെലവില്ലല്ലോ അതിന്. ഇല്ല, എനിക്ക് 2 സെറ്റ് അതിനകത്ത് കൊറിയർ ആയിട്ട് കിട്ടി. ഡിസ്പ്ലേ തന്നെ കിട്ടി, ഒരു പിക്സലിന്റെ ഡിസ്പ്ലേ കിട്ടി. അതങ്ങനെ വരും. അതായത് കസ്റ്റമർ നമ്മളുള്ളത് കസ്റ്റമറുകളെ അറിയിക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഒരു കസ്റ്റമർ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കണം കേട്ടോ. അതായത് നിങ്ങൾക്ക് ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് പറഞ്ഞുതരാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു മാസം ചെയ്തു പോകുന്ന സെറ്റ് അല്ലെങ്കിൽ ഒരു മാസം എത്ര കസ്റ്റമർ ഷോപ്പിൽ വരുന്നുണ്ട് നോക്കിയിട്ട് ഒരു കസ്റ്റമർ ആവറേജ് പ്രൈസ് നമ്മൾ കണക്കാക്കും. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറേക്ക് ആവറേജ് എത്ര, അതായത് ഈ ഒരു നമ്മളൊരു 1,00,000 റുപ്യ റണ്ണിങ് എക്സ്പെൻസ് പറഞ്ഞല്ലോ. അപ്പോൾ 1,00,000 റുപ്യ റണ്ണിങ് എക്സ്പെൻസ് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമറേക്ക് ആവറേജ് എത്ര പ്രൈസ് വാങ്ങണം എന്നുള്ള ഒരു ഡാറ്റയും കൂടി നിങ്ങൾ ഉണ്ടാക്കണം. അത് നിങ്ങൾ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആവറേജ് നമുക്ക് 1000 റുപ്യെങ്കിലും പ്രോഫിറ്റ് വേണം എന്നുള്ള നിലയ്ക്ക് എത്താൻ പറ്റും. എന്നാൽ മാത്രമേ കട മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ 1,00,000 റുപ്യ റണ്ണിങ് എക്സ്പെൻസ് ഉള്ള ഒരു ഷോപ്പിൽ ഡയലി 3,300 റുപ്യ എക്സ്പെൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഒരു കസ്റ്റമർ ആണ് വരുന്നത് എങ്കിൽ ആ ഒരു കസ്റ്റമർക്ക് 3,300 വാങ്ങാൻ നമ്മൾ ബാധ്യസ്ഥനാവും, അല്ലെങ്കിൽ നമ്മൾ നഷ്ടത്തിലായി പോകും. അപ്പോൾ ഒരു ദിവസം 3 കസ്റ്റമർ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് 1,100 രൂപ വാങ്ങേണ്ടതായിട്ട് വരും. ആ ഒരു ദിവസം 5 കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1,000 റുപ്യ വാങ്ങിയാലും 2,000 റുപ്യോളം പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി കൂടി നിങ്ങൾ നോക്കണം. അത് നിങ്ങൾ ഈ പറഞ്ഞ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ നിങ്ങൾക്ക് കിട്ടും, ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുള്ളത്. നഷ്ടത്തിലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സിമ്പിൾ മാർഗ്ഗങ്ങളേ ഉള്ളൂ. ഇതേപോലെ അഭികാന്തൊക്കെ ചെറുമാരെ ഒന്ന് വീഡിയോ ചെയ്യുക, അപ്പം എന്ത് ഇതേപോലെ 2 എൻക്വയറി വരും. നാളെ ഒരു വീഡിയോ ചെയ്യുക, 2 എൻക്വയറി വരും. പിന്നെ ഒരു വീഡിയോ ചെയ്യുക, 2 എൻക്വയറി വരും. അങ്ങനെ എവിടെന്നെങ്കിലൊക്കെ കൊറിയർ വരുമല്ലോ. കൊറിയർ വരുന്ന കസ്റ്റമറേക്ക് പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. അത് നിങ്ങളെ കണ്ട് വിശ്വാസമായിട്ട് വരുന്ന ആളുകളാവും. അപ്പൊ എന്നിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ കാരണം എന്താ? കുറേ സമയം വീഡിയോ കാണുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ ക്യാച്ച് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും തന്നൊരു പോയിന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ വന്ന ആളുകൾ അവധിയിലുണ്ടാവും. അതേപോലെ നിങ്ങൾ സർവീസ് ചെയ്യുമ്പോഴും ചിലപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ കംപ്ലൈന്റ് ആ കസ്റ്റമർക്ക് ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് അടുത്ത വീഡിയോ വന്ന് കുറേ വീഡിയോ വന്നിട്ട് ഏതെങ്കിലും സമയത്ത് അവരൊരു ഫോൺ കംപ്ലൈന്റ് ആകുമ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യും, മൈൻഡിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അതാണ് അതിൽ സംഭവിക്കുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങളോട് നോക്കുക. മാർക്കറ്റിങ്ങും കമ്പനിയുടെ ഹെൽത്തും നിങ്ങൾ ഒരേപോലെ ഫോളോ അപ്പ് ചെയ്തിട്ട് പോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടല്ലോ? നിർത്തില്ലേ?